ഓക്കെ, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണതാണ്. നമ്മളിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സെഷനാണ്. ഫസ്റ്റ് ഇയറിലെ യൂണിറ്ററി 5 ഇയർ LLBയിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ഈ സെഷൻ്റെ അകത്ത് ഉണ്ട്. ഇല്ലാത്തവർക്ക് ഈ റെക്കോർഡിങ്സ് കേട്ട് എന്ത് ചെയ്യാം, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഫൈവ് ഇയറിന്റെ പറ്റില്ലേ? 5 ഇയറിന്റെ പറ്റും. 5 ഇയറിനും യൂണിറ്ററിക്കും ഒരുമിച്ചാണ് നമ്മൾ. കാരണം ടോർട്ടും കോൺട്രാക്റ്റും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സിലബസും ഒരുമിച്ചുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ ആ രണ്ട് സബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുന്നേ ഞാനിപ്പോ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് കമർ. ഞാനൊരു ആബിനിഷ്യോ ലോ അക്കാദമി എന്ന് പറയുന്ന ഒരു അക്കാദമി നടത്തുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സെഷൻ പറഞ്ഞിരുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സെഷൻ പറഞ്ഞിരുന്ന ആരാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാനൊരു ആബിനിഷ്യോ ലോ അക്കാദമി എന്ന് പറയുന്ന ഒരു ട്യൂഷൻ സ്ഥാപനം, ലോ പേപ്പേഴ്സിന് കഴിഞ്ഞ 3-3.5 വർഷങ്ങളായിട്ട് കാലിക്കറ്റ്, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റികളിൽ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ തവണയും ഫസ്റ്റ് എക്സ്റ്റേണൽ യൂണിവേഴ്സിറ്റി വരുമ്പോൾ ഇതുപോലെ ഫ്രീ സെഷൻസ് കണ്ടക്ട് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇത്തവണത്തെ സെഷൻസ് കണ്ടക്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ തവണയൊക്കെ നിങ്ങളുടെ സീനിയേഴ്സിന് ഇച്ചിരി കൂടെ ലേറ്റ് ആയിട്ടാണ് എക്സാംസ് വന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, കുറച്ച് നേരത്തെ തന്നെ എക്സാം വന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ടെൻഷനിലും കാര്യങ്ങളിലൊക്കെയാണെന്ന് അറിയാം. പക്ഷെ ആരും ടെൻഷനൊന്നും അടിക്കണ്ട. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ലോ പേപ്പർ. നിങ്ങൾ ആദ്യം മാറ്റേണ്ടത് ആ ടെൻഷനാണ്. നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ തൽക്കാലം ആ ടെൻഷൻ എടുത്ത് കളയുക. ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു റിലീഫ് കിട്ടും. അത് ഞാൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. നമുക്കുള്ളൊരു ടെൻഷൻ എന്താണെന്നറിയോ? നമ്മള് ഇപ്പോ മെഡിക്കൽ സയൻസിന് പോകുന്ന കുട്ടികൾക്ക് ഒരു ബേസ് ഉണ്ട്. കാരണം +2 സയൻസ് പഠിച്ച കൊച്ചാണെങ്കിൽ മെഡിക്കൽ സയൻസിന് പോകുന്ന കുട്ടികൾക്ക് ഒരു ബേസ് ഉണ്ടാകും. കാരണം ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ നല്ലതുപോലെ പഠിച്ചൊരു കുട്ടിക്ക് മെഡിക്കൽ സയൻസിന്റെ ഫസ്റ്റ് ഇയറിന്റെ കുറെ സയന്റിഫിക് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ കൊമേഴ്സ് പഠിച്ച കൊച്ച് BCom പഠിക്കാൻ പോകുമ്പോൾ പിന്നെയും ചെറിയ എവിടെയൊക്കെയോ കണക്ഷൻസ് ഉണ്ട്. BA +2 ഹ്യൂമാനിറ്റീസ് പഠിച്ച കൊച്ചുങ്ങള്, നിങ്ങൾ ആരോ ഇമോജി ഇടുന്നുണ്ട് ഒരുപാട്. ഇമോജി ഒന്ന് തൽക്കാലം ഒന്ന് നിർത്തി വെക്കൂ. നമ്മൾ സെഷൻ ഒന്ന് കണ്ടക്ട് ചെയ്യട്ടെ, ഒരു ശ്രദ്ധ പോകുന്നു. അപ്പോ +2 ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചതെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ BA പഠിക്കാൻ പോകുന്ന ഡിഗ്രിക്കാർക്ക് പിന്നെയും എന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ +2 പഠിച്ച സബ്ജക്റ്റ് ആയിട്ട് ഒരു കണക്റ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിലും കണക്റ്റഡ് അല്ലാത്ത ഒരു ഫീൽഡാണ് ലോ, അല്ലെ? നിങ്ങൾ +2 എവിടെയെങ്കിലും ലോ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും BNSO BNSSO ആരെങ്കിലും അങ്ങനെ +2നോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ പഠിച്ച ഡിഗ്രിയിലോ നിങ്ങൾ ലോ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. വളരെ ഫ്യൂ ആയിട്ടുള്ള വലിയ ഡിഗ്രി CA ലോ അങ്ങനെ എന്തെങ്കിലും ഡിഗ്രിയിൽ ചെറിയൊരു ഭാഗം ലോ ആയിട്ടുള്ളത് പറഞ്ഞു പോയിട്ടല്ലാതെ നിങ്ങൾ ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ലോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ലോ പേപ്പറിന് കയറുമ്പോൾ ആ ഒരു കൺഫ്യൂസിങ്ങും ആ ഒരു ഐഡിയ കിട്ടാത്തതിൻ്റെതായ കുറെ ടെൻഷൻസും കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ അതൊരു പരിധിവരെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത് എന്താണ് ലോ എന്ന് മനസ്സിലാകുമ്പോഴാണ്. ഇപ്പൊ എറണാകുളത്ത് നിന്ന് കോഴിക്കോടിലേക്ക് പോകണം. അപ്പോ ആദ്യം നമ്മൾ ചിന്തിക്കുക, അയ്യോ എറണാകുളത്ത് നിന്ന് കോഴിക്കോടിലോട്ട് 100-200 കിലോമീറ്റർ ഉണ്ട്, എന്ത് ചെയ്യും എന്ന ടെൻഷൻ അടിക്കും. പക്ഷേ എറണാകുളം ചെന്ന KSRTC സ്റ്റാൻഡിൽ ഒരു ബസ് ഉണ്ട്. ആ ബസ്സിൽ കയറി 150 രൂപ കൊടുത്താൽ ഇമോജി ഇടുന്ന ആളെടുത്ത് വീണ്ടും റിമൈൻഡ് ചെയ്യാനാണ്. തൽക്കാലം ഒന്ന് ഇമോജി ഇടല്ലേ, ഞാൻ എന്തെങ്കിലും അതിന് അവസരം തരാം ഇമോജി ഇടാൻ. ഡിസ്റ്റർബൻസ് ആവുന്നു. ഇപ്പൊ പഠിക്കുന്ന ബാക്കിയുള്ള ആൾക്കാർക്കും ഇമോജി വരുമ്പോൾ അവരുടെ ശ്രദ്ധ പോണേണ്. ഞാൻ 2-3 തവണയോ ഒരാൾ തന്നെയാണ് ഈ ഇമോജി ഇടുന്നത്. ദയവേത് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യൂ. അപ്പോൾ എറണാകുളത്ത് നിങ്ങൾ ബസ്സിന് പോകണം. എറണാകുളത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ഒരു KSRTC ബസ് ഉണ്ടാകും. അതിൽ കയറി 150 രൂപ കൊടുത്താൽ കോഴിക്കോട് എത്താൻ പറ്റും. കൃത്യമായിട്ട് ആ വഴികൾ നിങ്ങളോട് പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എളുപ്പമായി തോന്നും, കോഴിക്കോട് പോകാൻ വലിയ പാടൊന്നും ഇല്ല, എറണാകുളം ചെന്നിട്ട് 130 രൂപയും കൊടുത്ത് KSRTC കയറി ഇരുന്ന സ്റ്റാൻഡിൽ ഇറക്കി തരും. അതല്ലാതെ പെട്ടെന്ന് ഈ വഴികളൊന്നും പറയാതെ നിങ്ങളടുത്ത്, ഒരു പരിചയമില്ലാത്ത നിങ്ങളടുത്ത്, ഇവിടെ എറണാകുളത്ത് നിൽക്കുന്ന ഒരാളടുത്ത് പറയാനാണ് കോഴിക്കോടിൽ പോകണം എന്ന് പറയുമ്പോൾ വഴികളൊന്നും അറിയില്ല എങ്കിൽ അയാൾക്ക് ടെൻഷൻ ആകും. അയ്യോ എങ്ങനെ എത്തും, 150 കിലോമീറ്റർ ഉണ്ട്, നടന്നു പോണോ, അല്ലെങ്കിൽ ഏതൊക്കെ ബസ് കയറണം, എങ്ങനെ പോകണം, അപ്പൊ ടെൻഷൻസ് ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ഒരു പരിധിവരെ ആ ടെൻഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സെഷനാണ് നമ്മളിപ്പോ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സെഷൻ കൊണ്ട് തീരില്ല, ഒന്നിലധികം സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമ്മൾ ഇനിയും സെഷൻസ് കണ്ടക്ട് ചെയ്ത് തരാം. നിങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷൻ, നിങ്ങൾ സ്ഥിരമായി പഠിക്കുന്ന ഒരു ഭാഗം ഒട്ടും അങ്ങ് മനസ്സിലാവുന്നില്ല, അതെങ്ങനെ പഠിക്കണം എന്ന് തിരിയുന്നില്ല, ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. അത് ഗ്രൂപ്പിന്റെ അകത്ത് ഒരു സെഷൻ വെച്ചിട്ട് അത് പറഞ്ഞുതരാം. അപ്പോ ദയവേത് ബാക്കിയുള്ള ടെൻഷനും കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെക്കുക. നമുക്ക് ഈ സെഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോ
ഓക്കെ. അപ്പൊ നമ്മൾ ലോ പേപ്പേഴ്സ് ഞാൻ എന്നെ പറ്റി പറഞ്ഞല്ലോ, ഓൾറെഡി ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ഞങ്ങൾ. റെഗുലറും ക്രാഷ് ബാച്ചും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ബാച്ചസും അങ്ങനെ പല രീതിയിലുള്ള ബാച്ചസ് ഒക്കെ എടുത്തു കൊടുക്കാറുണ്ട്. കൂടുതലും MG യൂണിവേഴ്സിറ്റിക്കാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ നോട്ട് ഫുള്ള് MG യൂണിവേഴ്സിറ്റിയുടെ ബേസ്ഡ് ആയിട്ടായിരിക്കും. ക്ലാസ്സസും ഫുൾ MG യൂണിവേഴ്സിറ്റിയുടെ ബേസ്ഡ് ആയിട്ടായിരിക്കും. അപ്പോ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പൊ ടോർട്ടിലോ എന്നുള്ള സബ്ജക്ട് അത് MGയിൽ പഠിപ്പിച്ചാലും കേരള യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചാലും കാലിക്കറ്റിൽ പഠിപ്പിച്ചാലും ടോർട്ടിലോ എന്ന് പറഞ്ഞ സബ്ജക്ട് ആ സബ്ജക്ട് സെയിം ആണ്. ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് അറിയാവോ? ചിലപ്പോ MG യൂണിവേഴ്സിറ്റിയിൽ 5 മൊഡ്യൂൾസ് ഉണ്ടാകും, കാലിക്കറ്റിൽ 5 ഉണ്ടാവും. ചിലപ്പോൾ MGയുടെ മൂന്നാമത്തെ മൊഡ്യൂൾ കാലിക്കറ്റിന്റെ ഒന്നാമത്തെ മൊഡ്യൂളിലായിരിക്കും. ചിലപ്പോൾ കാലിക്കറ്റിന്റെ രണ്ടാമത്തെ മൊഡ്യൂൾ MGയിൽ 5-മത്തെ ആയിരിക്കും. സബ്ജക്ട് രണ്ടും സെയിം ആണ്. ഏതെങ്കിലും ഒരു ടോപ്പിക് ചിലപ്പോൾ MGയിൽ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിപ്പിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ഡീറ്റെയിലിംഗ് ആയിട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക് ഡീറ്റെയിലിംഗ് ആയിട്ടുണ്ടാകും, MGക്ക് അത് ഉണ്ടാവില്ല. അങ്ങനെയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള വലിയ ഡിഫറൻസ്, ഒരു 10% അങ്ങനെ ഡിഫറൻസ് മാറ്റി വെച്ചാൽ ബാക്കി 90% കൺസെപ്റ്റും കണ്ടന്റ്സും സെയിം ആണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും. കാരണം സബ്ജക്ട് സെയിം ആണ്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ സബ്ജക്ട് ഒന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ, കേസ് ലോസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാണ്. ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ സിലബസ് ഉണ്ടാക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ചെറിയ ചെറിയ ഒരു വേരിയേഷൻസ് ഉണ്ടാകും. അങ്ങനെയുള്ള വേരിയേഷൻസ് ഒഴിച്ചാൽ ബാക്കി എല്ലാതും സെയിം ആയിരിക്കും. അപ്പോൾ എന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും കഴിഞ്ഞ റീസെന്റ് ആയിട്ടുള്ള ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കണ്ടത് വെച്ചിട്ടും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ എക്സാംസ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? January 19. ആണ്, January 19 സ്റ്റാർട്ട് ചെയ്യും. എവിടെ വരെയായി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ? നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ള ലോ പേപ്പർ ഏതാ? പഠിച്ചിട്ടും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നത്? കോൺട്രാക്ട്സും ടോർട്സും. ടോർട്ടും 5 ഇയറിന് 2 ലോ പേപ്പർ ഉള്ളൂ. യൂണിറ്ററിക്ക് 6 എണ്ണം ഉണ്ട്. യൂണിറ്ററിക്ക് ഏതാണ് ഉള്ളതിൽ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നുന്നത്? യൂണിറ്ററിക്കാരും റെസ്പോണ്ട് ചെയ്യ് പ്ലീസ്. അതെ, യൂണിറ്ററിക്കായി ഫാമിലി ലോ, ലീഗൽ ലാംഗ്വേജ്, ഫാമിലി ലോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് നോട്ട്സ് എല്ലാം അതും കിട്ടിയിട്ടുണ്ടോ? ലീഗൽ ലാംഗ്വേജ് ആണ് ബുദ്ധിമുട്ടുള്ളത്. അതെ. അപ്പൊ ലീഗൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ക്രൈം, BNS. അതെ, അതിൽ മെർഡർ വേഴ്സസ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഒക്കെ ഉണ്ട് അല്ലേ? ഞാനൊരു മെർഡർ വേഴ്സസ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് ജനറൽ ആയിട്ട് ചോദിക്കണേ, അല്ലെങ്കിൽ വേണ്ട, 5 ഇയർ ആണ്. 5 ഇയറിന് കൺഫ്യൂസിങ് ആക്കണ്ട. യൂണിറ്ററിക്കാർക്ക് സെപ്പറേറ്റ് ഉള്ള സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ടോർട്ട്, കോൺട്രാക്ട് തമ്മിലുള്ള ആ ഭാഗങ്ങൾ നോക്കാം. ടോർട്ട് ലോയില് നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റ്സ്: ടോർട്ട് എന്താണെന്ന് പഠിക്കണം, ടോർട്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കണം, സ്ട്രിക്ട് ലയബിലിറ്റി, അബ്സല്യൂട്ട് ലയബിലിറ്റി. ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് റെക്കോർഡഡ് ആണ്. അപ്പൊ ഏതൊക്കെ ടോപ്പിക് എങ്ങനെയൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് ആ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. യൂട്യൂബിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ എഴുതിയെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി ചെയ്യാൻ പറ്റും. സ്ട്രിക്ട് ലയബിലിറ്റി, അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ജനറൽ ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ പഠിപ്പിച്ചു തരാം. അതായത് ടോപ്പിക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിപ്പോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ടോർട്ട് ലോയിലോ കോൺട്രാക്ട് ലോയിലോ വളരെയധികം ബുദ്ധിമുട്ടായി തോന്നിയ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ സജസ്റ്റ് ചെയ്യൂ. സജസ്റ്റ് ചെയ്യുന്ന മെജോറിറ്റി ആയിട്ട് വരുന്ന ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഞാൻ നല്ല രീതിക്ക് സിമ്പിൾ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക്. ഏത് ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യണം? നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയി തോന്നുന്ന ഒരു ഏരിയ പറഞ്ഞോളൂ. ഏതെങ്കിലും പ്രോബ്ലമോ, അല്ലെങ്കിൽ ഏതെങ്കിലും എസ്സേ ക്വസ്റ്റ്യനോ, അല്ലെങ്കിൽ ഷോർട്ട് ആൻസറോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കോ, ഏത് എക്സ്പ്ലെയിൻ ചെയ്യണം? എന്റെ അഭിപ്രായത്തില് ഈ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ. അങ്ങനെ നമ്മൾ വാസ്റ്റ് ആയിട്ട് പോകുമ്പോ ബുദ്ധിമുട്ടല്ലേ. ഞങ്ങൾക്ക് നോക്കിയിട്ട് എടുത്തിട്ട് വേണം അത്. ഓക്കെ, അപ്പൊ ഞാൻ ഇൻജങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ഇൻജക്ഷൻസ് എന്താണെന്ന് ടോർട്ട് ലോയിൽ വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഇൻജക്ഷൻസ്. ടോർട്ട് ലോയിലെ ഇൻജക്ഷൻസ് അല്ലേ ചോദിച്ചത്? അല്ലല്ല, കോൺട്രാക്ട് ലോയിലെ കോൺട്രാക്ടിന്റെ അകത്തുള്ള ഇൻജക്ഷൻസ്. കോൺട്രാക്ട് ടോർട്ട് രണ്ടിലും ഇൻജക്ഷൻസ് വരും. ടോർട്ടിൽ നിങ്ങൾക്ക് റെമഡീസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് പഠിക്കാനുണ്ട്, അതറിയാവോ? ഓക്കെ അതറിയാം. അതിന്റെ അകത്ത് ജുഡീഷ്യൽ റെമഡി ഉണ്ട്. ജുഡീഷ്യൽ റെമഡിയുടെ അകത്ത് വരുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ഇൻജങ്ഷൻ. ഇത് കോൺട്രാക്റ്റിൽ വരുമ്പോഴും ഇൻജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കോർട്ട് ഓർഡർ. കോടതി കൊടുക്കുന്ന ഓർഡറിനെയാണ് ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. കോടതി ഒരാളോട് ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ കോടതി ഒരാളോട് ഒരു കാര്യം ചെയ്യരുത്,
അല്ലെങ്കിൽ കോടതി ഒരാളോട് ഒരു കാര്യം കുറച്ച് നാളത്തേക്ക് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കോടതി ഒരു നിർദ്ദേശം കൊടുക്കുന്നതിനെയാണ് ഇൻജങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. കോർട്ട് ഓർഡർ ദാറ്റ് എക്സ്പ്ലെയിൻസ് സംവൺ ടു ഡു സംതിങ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കോടതി ഒരാളോട് ഒരു ഉത്തരവ് കൊടുക്കുക, അതിനെ മാൻഡേറ്ററി ഇൻജക്ഷൻ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? മാൻഡേറ്ററി ഇൻജങ്ഷൻ. ഇനി ഒരു കാര്യം ഒരാളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ് കോടതി കൊടുക്കുന്ന നിർദ്ദേശത്തെ എന്തെന്ന് വിളിക്കും? പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ എന്ന് വിളിക്കും. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇൻജങ്ഷനെ. ഇനി ഒരു സ്പെസിഫിക് ടൈമിലേക്ക് ഒരു കാര്യം ചെയ്യണം, ചെയ്യരുത് എന്നാണ് കോടതി പറയുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ടെമ്പററി ഇൻജങ്ഷൻ എന്ന് വിളിക്കും. ഒരു സ്പെസിഫിക് ടൈം പീരീഡ് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അങ്ങനെ സ്പെസിഫിക് ടൈം പീരീഡ് ഒന്നും പറഞ്ഞിട്ടില്ല, ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറയുന്നതിനെ പെർമനന്റ് ഇൻജങ്ഷൻ എന്നും പറയും. അപ്പൊ ഇൻജങ്ഷൻസിന്റെ ക്ലാസിഫിക്കേഷനും ഇൻജങ്ഷൻ എന്താണെന്നുമാണ് ഇൻജങ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ എഴുതേണ്ടത്. ഒരു കാര്യം ഞാൻ വേറെ ജനറൽ ആയിട്ട് വോളന്റി നോട്ട് ഫിറ്റ് ഇൻജൂറിയ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഞാൻ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എന്തായാലും ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം എന്നുള്ളത് പറയാം. അതിനു മുന്നേ ഒരു ടോപ്പിക്ക് ഞാൻ തൽക്കാലം ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാം. വോളന്റി നോട്ട് ഫിറ്റ് ഇൻജൂറിയ കേട്ടിട്ടുണ്ടോ? വോളന്റി നോട്ട് ഫിറ്റ് ഇൻജൂറിയ എന്താണെന്ന്? ഇമ്പോർട്ടന്റ് ഏരിയാസ് കേട്ടിട്ടുണ്ട്. അതെ, ഇമ്പോർട്ടന്റ് ഏരിയാസ് ഞാൻ മെൻഷൻ ചെയ്യാം. ഈ വോളന്റി നോട്ട് ഫിറ്റ് ഇൻജൂറിയ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അതിനുശേഷം ഞാൻ അത് ജനറൽ ഡിഫൻസിൽ വരുന്നതല്ലേ? അതെ അതെ, ജനറൽ ഡിഫൻസിൽ വരുന്ന ഒരു പോയിന്റ് ആണ് വോളന്റി നോട്ട് ഫിറ്റ് ഇൻജൂറിയ. ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ബാദുഷാ എന്ന് പറഞ്ഞ വ്യക്തിയെ, മിസ്റ്റർ കമർ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തു, ബാദുഷാ എന്ന് പറഞ്ഞ വ്യക്തിയെ എന്ത് ചെയ്തു, ബാദുഷാ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു അപകടം ഉണ്ടാക്കി. ഞാൻ അതിന്റെ ഒരു കേസിൽ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അതായത് ഞാനൊരു മോട്ടോർ റേസിംഗ് ക്ലബ്ബ് നടത്തുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് റേസിംഗ് നടന്നിരുന്നു, നിങ്ങൾ അറിഞ്ഞിരുന്നോ? അവിടെ ഒരു ഹാളിന്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ വെച്ച് വലിയൊരു റേസിംഗ് ക്ലബിന്റെ ഒരു പരിപാടി നടന്നിരുന്നു. യെസ്. അപ്പോ ആ പരിപാടി, അതുപോലത്തെ ഒരു പരിപാടി നടത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇതിന്റെ കാണികളായിട്ട് നിങ്ങൾ എല്ലാവരും വന്നു നിന്നു. അന്നേരം ഞാൻ നടത്തുന്ന പരിപാടിയിൽ നിന്ന് ഒരു കാർ സ്പീഡിന് ഓടിച്ചപ്പോ ആ കാറിന്റെ ഒരു ടയർ തെറിച്ച് നിങ്ങളുടെ ദേഹത്തോട്ട് വന്ന് വീണു, നിങ്ങളുടെ മേത്ത് ഇഞ്ചുറി പറ്റി. നിങ്ങൾക്ക് എനിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ലാണോ പറ്റൂലെന്നാണോ? പറ്റില്ല, പറ്റില്ല. അതെന്തുകൊണ്ട്? അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അത് സമ്മതമായിട്ടാണ് നമ്മൾ അവിടെ വന്നിട്ടുള്ളത്. റൈറ്റ് ആൻസർ. വോളന്റി നോട്ട് ഫിറ്റ് ഇൻജൂറിയ ഇവിടെ അപ്ലിക്കബിൾ ആകും. അപ്പോ വോളന്റി നോട്ട് ഫിറ്റ് ഇൻജൂറിയ എന്ന് പറഞ്ഞ പ്രിൻസിപ്പളിന്റെ അകത്ത് പറയുന്നത്, ഡിഫൻഡന്റ് ആയിട്ടുള്ള ആൾക്കെതിരെ പ്ലെയിന്റിഫ് പരാതി കൊടുക്കുമ്പോൾ ഡിഫൻഡന്റ് ആയിട്ടുള്ള ആൾക്ക് ഡിഫൻസിൽ നിന്നും അല്ലെങ്കിൽ ആ ഡിഫൻഡന്റ് എന്ന പൊസിഷനിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ, ആ ലയബിലിറ്റിയിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫൻസുകളെയാണ് പ്രൈവറ്റ് ജനറൽ ഡിഫൻസിൽ പറയുന്നത്. ഒരു 10-12 ഡിഫൻസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഡിഫൻസ് ആണ് വോളന്റി നോട്ട് ഫിറ്റ് ഇൻജൂറിയ. എന്താണ് വോളന്റി നോട്ട് ഫിറ്റ് ഇൻജൂറിയ? ഒരാള് ആ ഒരു പരിപാടിയിൽ അപകടമുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൺസെന്റ് കൊടുത്ത് ഒരാൾ മുന്നോട്ട് വന്ന് അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ പിന്നെ എനിക്ക് മറ്റേ അപകടം പറ്റിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് പോകാൻ പറ്റൂല. അങ്ങനെ പോയാൽ പ്ലെയിന്റിഫ് ആയിട്ടുള്ള പരാതിക്കാരനായിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റൂല. അങ്ങനെ പോയാൽ ഡിഫൻഡന്റ് ആയിട്ടുള്ള കമ്പനി പറയും എന്തെന്ന്, അയാള് സ്വന്തം കൺസെന്റ് തന്ന അയാൾ സ്വന്തമായിട്ട് വന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ, അങ്ങനെ ഇഞ്ചുറി പറ്റിയതാണ്. അതെ, ഇംപ്ലൈഡ് കൺസെന്റ് ആണ്. കൺസെന്റ് രണ്ട് രീതിയിലുണ്ട്, എക്സ്പ്രസ് കൺസെന്റും ഉണ്ട്, ഇംപ്ലൈഡ് കൺസെന്റും ഉണ്ട്. എക്സ്പ്രസ് കൺസെന്റ് മീൻസ് ഒരാൾ എന്ത് ചെയ്തു, പറ്റില്ല, കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂല, അത് തന്നെ റൈറ്റ് ആൻസർ. അപ്പോ കൺസെന്റ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഒരാള് വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത്, നിങ്ങളിപ്പോ വാഗമൺ ടൂറൊക്കെ പോകുമ്പോൾ അവിടെ പാരഷൂട്ട് റൈഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ പാരഷൂട്ട് റൈഡിങ്ങിന് കയറുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പാരഷൂട്ട് റൈഡിങ്ങിന്റെ ഒരു പേപ്പേഴ്സ് ഒക്കെ തരും, അതിനകത്ത് നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിയ അത് ഈ സ്ഥാപനം കാരണക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ കൺസെന്റിന് എന്തെന്ന് പറയും? എക്സ്പ്രസ് ആണോ ഇംപ്ലൈഡ് ആണോ? ഇത് ഇംപ്ലൈഡ് അല്ല. ഞാൻ പറയുന്നത് പാരഷൂട്ട് റൈഡിങ്ങിൽ നിങ്ങൾ പോകുമ്പോൾ പാരഷൂട്ട് റൈഡിങ്ങിന്റെ ആ ഓഫീസേഴ്സ് നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ആണ്, എക്സ്പ്രസ് കൺസെന്റ്. അപ്പൊ എക്സ്പ്രസ് കൺസെന്റ് നിങ്ങൾ പാരഷൂട്ട് പറത്തി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് പാരഷൂട്ട് കമ്പനിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ട്, എക്സ്പ്രസ് കൺസെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോ മോട്ടോർ റേസിംഗ് ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യാമോന്നാ? ഞാനിപ്പോ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ആയത് മലയാളത്തിലായിരിക്കും.
ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇച്ചിരി ടൈം വരും. വേണ്ട, എനിക്കധികം മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഓക്കെ എന്തിനാ? ഓക്കെ. അപ്പോ എന്നിരുന്നാലും നമ്മളിപ്പോ ഒരു ഇംപ്ലൈഡ് കൺസെന്റ് ഒരാൾ കൊടുത്തുകൊണ്ട്, അപ്പൊ കൺസെന്റ് എന്ത് ചെയ്തിട്ടില്ല, എക്സ്പ്രസ് ആയി കൊടുത്തിട്ടില്ല. ഈ മോട്ടോർ റേസിംഗ് കാണാൻ വരുന്ന ഒരാള് എനിക്ക് എന്തെങ്കിലും പറ്റിയ കുഴപ്പമില്ല എന്ന് അയാൾ വ്യക്തമായി പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നാൽ ഇഞ്ചുറി ഉണ്ടാകുമെന്ന് അറിയാം. എന്നിട്ടും മനഃപൂർവ്വം വരിക എന്നുള്ളത് അയാളുടെ പ്രവൃത്തിയിൽ നിന്നും അയാൾ അറിയിക്കുന്നുണ്ട് എനിക്ക് ഓക്കെയാണ്, എനിക്ക് എന്തെങ്കിലും പറ്റിയ കുഴപ്പമില്ല എന്ന്. അയാളുടെ പ്രവൃത്തികൾ ഇൻഡിക്കേറ്റ് ചെയ്യും അയാൾക്ക് കൺസെന്റ് ഉണ്ടെന്ന്. ഇതിനാണ് ഇംപ്ലൈഡ് കൺസെന്റ് എന്ന് പറയുന്നത്. അപ്പോ വോളണ്ടറി നോട്ട് ഫിറ്റ് ഇഞ്ചൂറിയ ഉണ്ടെങ്കിൽ ഡിഫൻഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലെയിന്റിഫിന്റെ പരാതിയിൽ നിന്നും ഡിഫൻസ് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഞാൻ അടുത്തൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. ഒരു ക്രൗഡില് ഒരാൾ കുതിരയും കൊണ്ട് വന്നു. അപ്പോ പ്രോബ്ലം ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ ഫുള്ള് ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഉത്തരം പറയുക. ആരുടെയൊക്കെയോ മൈക്കോണാണ്, മൈക്കൊന്ന് ഓഫ് ചെയ്യുക, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരാള് ഒരു കുതിരനെ ക്രൗഡിന്റെ ഇടയിൽ കൊണ്ടുവന്നു. അപ്പോ കുറച്ച് പിള്ളേര് കുതിരനെ കൊണ്ട് എന്ത് ചെയ്തു, ഇക്കിളിയിട്ട് കളിപ്പിച്ചു. അപ്പൊ കുതിരക്ക് പെട്ടെന്ന് വയലന്റ് ആയി കുതിര അങ്ങ് ക്രൗഡിന്റെ ഇടയിലോട്ട് ഓടിക്കഴിഞ്ഞപ്പോ കുതിര ശരിക്കും ക്രൗഡിന്റെ ഇടയിൽ കൂടി ഓടണാണ്. അപ്പൊ ഇതൊരു പോലീസുകാരൻ കണ്ടു. പോലീസുകാരൻ നേരെ കുതിരയുടെ ഫ്രണ്ടിൽ ചെന്ന് വട്ടം ചെന്ന് നിന്നു കുതിരയെ തടുക്കാൻ വേണ്ടി. പക്ഷേ കുതിര പോലീസുകാരനെ തെറിപ്പിച്ച് അങ്ങ് പോയി. കുതിര അങ്ങ് സ്പീഡിൽ ഓടിപ്പോണായിരുന്നു. പോലീസുകാരനെ ഇത് കണ്ടിട്ട് ഓടി കുതിരയുടെ ഫ്രണ്ടിൽ കയറി ചെന്ന് കയറി കൊടുത്തു. പക്ഷെ പോലീസുകാരനെ ഇടിച്ച് തെറിപ്പിച്ചു, കുതിര പോയി. അപ്പൊ ഈ കേസിൽ പോലീസുകാരൻ എന്ത് ചെയ്തു, പരാതി കൊടുത്തു കുതിരക്കാരന്റെ ഓണറിനെതിരെ. ഇങ്ങോട്ട് വന്ന് ഇടിപ്പിച്ചതാണെന്ന്. അപ്പൊ ഈ കേസിൽ എന്തായിരിക്കും വിധി വരുന്നത്? അതായത് പോലീസുകാരന്റെ ഭാഗത്താണോ തെറ്റ്, കുതിരക്കാരന്റെ ഭാഗത്താണോ തെറ്റ്? പോലീസുകാരന്റെ കുതിരക്കാരന്റെ ഭാഗത്ത്. ഭാഗത്ത് പോലീസുകാരന്റെ ഭാഗത്ത്. എന്തുകൊണ്ടാ പോലീസുകാരന്റെ ഭാഗത്ത് തെറ്റ്? ഇങ്ങനെ പോലീസുകാരൻ വയലന്റായി കുതിര വന്ന കുതിരകൾ ഓടുന്നത് നേരെ മുമ്പിൽ ചേർന്ന് നിന്നത് എന്തിനാ? ഇടിച്ചു എന്തിനാണ്? തട്ടിപ്പിടിച്ച് പറഞ്ഞൂടെ? ഓക്കെ, ഒരു ആൻസർ ആയി. ഇനി വേറെ എന്തെങ്കിലും ആൻസർ പറയാനുണ്ടോ ആർക്കെങ്കിലും? കുതിരക്കാരന്റെ കുതിരക്കാരന്റെ ഭാഗത്ത് ഭാഗത്താണ് തെറ്റ്. തെറ്റുണ്ടെന്നാണ് അഫാൻസ് പറയുന്നത്. എന്താണ് റീസൺ? എന്തുകൊണ്ടാണ്? വൈ ഐ ആം കാരണം അത് ആസ്കിംഗ്. പബ്ലിക്കായ പ്ലേസിൽ ഇങ്ങനെ കുതിരേനെ അലക്ഷ്യമായിട്ട് നിർത്താൻ പാടില്ലല്ലോ. പോലീസുകാര് പാടില്ല. വെച്ചാൽ ആ കുട്ടികൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരൻ അതിൽ നിന്നും ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ടുപേര് പറയുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? മലയാളത്തിൽ മതിയോ? നിങ്ങൾക്ക് കംഫോർട്ട് ഏതായിരിക്കും? അല്ല, കുറച്ചും കൂടി നമുക്ക് കംഫർട്ട് മലയാളമാണ്. നിങ്ങൾ മലയാളം മതി എന്നുള്ളവരൊന്ന് ചാറ്റ് ബോക്സിൽ ഒരു ഓക്കെ ഇടും. നമുക്കൊരു പോള് മെജോറിറ്റി നോക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ അകത്ത് ഡിസ്ക്രൈബ് ചെയ്യാം. മലയാളം മതി എന്നുള്ളവർ ഇപ്പോ ഒരു തംസപ്പോ ഓക്കെയോ എന്തെങ്കിലും ഇടും. ചാറ്റ് ബോക്സിലാണ്. നിങ്ങൾ വെറുതെ ഓക്കെ ഇടരുത്, ചാറ്റ് ബോക്സിൽ ഇടുക. അതനുസരിച്ച് വേണം നമുക്കൊന്ന് കൗണ്ട് ചെയ്യാൻ. എന്നിട്ട് കാരണം കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷ് മതി എന്നുള്ളവർ ഇംഗ്ലീഷ് എന്ന് തന്നെ ടൈപ്പ് ചെയ്തിട്ടോളൂ. ഒരാൾ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കംഫോർട്ട് കുറച്ച് മലയാളം ആയിരിക്കുള്ളൂ. എനിക്ക് നല്ല വലിയ ലാംഗ്വേജ് ഫ്ലുവൻസി ഒന്നും ഇല്ല. പിന്നെ ഇംഗ്ലീഷ് ഒരാൾ തന്നെ ഇംഗ്ലീഷ് ഒരുപാട് തവണ ഇടുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മലയാളം ബുദ്ധിമുട്ടുള്ളവർക്കായിരിക്കാം ഇംഗ്ലീഷ് പറയുന്നത്. ഹൗവർ രണ്ടുപേര് ഇംഗ്ലീഷ് പറഞ്ഞു. തൽക്കാലം നമുക്ക് മലയാളത്തിൽ തന്നെ തുടരാം. മെജോറിറ്റി ആളുകൾ മലയാളം തന്നെ പറയുന്നത്. തൽക്കാലം മലയാളത്തിൽ തുടരാം. ഇംഗ്ലീഷിൽ പറയാനുള്ള അത്ര ഒരു കംഫോർട്ട് എനിക്കില്ല. അതുകൊണ്ടാണ്. എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ട് ഭാഷയിലും കൂടി പറഞ്ഞു തന്നേനായിരുന്നു. അപ്പൊ ഒരു 4-5 പേര് ഇംഗ്ലീഷ് പറയുന്നുണ്ട്, ബാക്കിയുള്ള ആളുകൾ എല്ലാവരും മലയാളമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തൽക്കാലം മലയാളത്തിനെ തുടരണേണ്. വളരെ ടെക്നിക്കൽ ടേമുകളൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ. ദെൻ പിന്നെ ബാക്കിയുള്ളതൊക്കെ മലയാളത്തിൽ മതി. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞോണ്ടിരുന്നത്? പോലീസുകാരന്റെ ആ കേസ്. അപ്പോ അഫാൻസ് പറഞ്ഞത് എന്തായിരുന്നു? ഇതുപോലെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസുകാർ ചാടിയത്. കൊണ്ട് നമ്മുടെ വോളണ്ടറി നോട്ട് ഫിറ്റ് ഇഞ്ചുറി അപ്പൊ ഇവിടെ അപ്ലൈ ആകുമെന്നാണോ അപ്ലൈ ആകൂല എന്നാണോ? വോളണ്ടറി നോൺ ഫിറ്റിംഗ് ജൂറി അപ്ലൈ ആവും. കാരണം പോലീസുകാർക്ക് അറിയാലോ. ആകൂല എന്താ വെച്ചാല് അത് ഒരു പബ്ലിക് പ്ലേസ് തന്നെയല്ലേ. അതായത് അത് പബ്ലിക് പ്ലേസ് പബ്ലിക് പ്ലേസ് ആണ്. അല്ലേ? പബ്ലിക് പ്ലേസിലല്ലേ കുതിരേനെ അലക്ഷ്യമായിട്ട് വിട്ടിരിക്കല്ലേ? അല്ല, അത് അപ്പൊ നോട്ട് വോളണ്ടറി നോട്ട് സപ്പോസ് ടു ഫിറ്റ് ബി. ഇഞ്ചുറിയ കുതിരയുടെ ഇത് അവിടെ നോട്ട് സപ്പോസ് ടു ബി.
അവിടെ അതെ, ഉണ്ടാവാൻ അപ്പൊ ഞാൻ പാടില്ല. പറയുന്നത് വോളന്റി നോട്ട് ഫിറ്റ് ജൂറി ഈ കേസിൽ അപ്ലൈ ആകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആര് ലയബിൾ ആകുമെന്നാണ്? ഇവിടെ കുതിരക്കാരൻ. കുതിരന്റെ ആള് ലയബിൾ ആവും. ഇല്ല, കുതിരയുടെ ആള് ലേബിൾ ആവില്ല. ആവില്ല എന്നല്ല അതിന്റെ അർത്ഥം. പോലീസുകാരൻ അതെ പരാതി അതെ കൊടുത്തു അതെ ഡിഫൻഡന്റിന്. അപ്പൊ ഡിഫൻഡന്റ് അതെ പറയുന്നു വോളന്റി നോട്ട് ഫിറ്റ് ജൂറിയാണ് എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ വട്ടം വന്ന് അപ്ലൈ ചാടിയതാണ്. അല്ല, അതെ അപ്ലിക്കബിൾ ആവില്ല. വളരെ അപ്പൊ അപ്ലിക്കബിൾ ആവില്ല. അപ്ലിക്കബിൾ ആകൂലാന്ന്. ആ, അതെ അപ്പൊ ആവൂല. ഞാൻ ഇതിന്റെ ആവില്ല. ആൻസർ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്കുള്ള നിങ്ങളുടെ വീക്ഷണങ്ങൾ നിങ്ങൾ പറഞ്ഞു. എക്സാക്ട് റൈറ്റ് ആൻസർ ഇതിന്റെ അകത്ത് എക്സാക്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, അത് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. ആ പോലീസുകാർ അയാളുടെ ഡ്യൂട്ടി ചെയ്യാണ്. ആ, ഏകദേശം അതിന്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞു. കുട്ടികളായിരിക്കും. അല്ല, ഏകദേശം ആൻസറിന്റെ അടുത്തെത്തി. റെസ്ക്യൂ കേസ് ആയതുകൊണ്ട് സുസ്മിത പറഞ്ഞ ആൻസർ ആണ് കറക്റ്റ് ആൻസർ. റെസ്ക്യൂ കേസ് ആയതുകൊണ്ട് വോളന്റി നോട്ട് ഫിറ്റ് ഇഞ്ചൂറിയ അപ്ലിക്കബിൾ ആണ് എന്ന് നമ്മൾ ജനറൽ റൂളിൽ പഠിച്ചെങ്കിലും അവിടെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എക്സെപ്ഷൻ ആണ് വോളന്റി. മൈക്ക് ഓഫ് ചെയ്യൂ, മൈക്ക് ഓൺ ആകാതെ ഒന്ന് ശ്രദ്ധിക്കൂ. നമുക്ക് റെസ്പോണ്ട് ചെയ്യാനല്ലാതെ നിങ്ങൾ ആരും മൈക്ക് ഓൺ ആക്കല്ലേ, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത്. മാധവ് ശങ്കറിന്റെ മൈക്ക് ഓൺ ആണ്. ഓക്കെ, വോളന്റി നോട്ട് ഫിറ്റ് ഇഞ്ചൂറി അപ്ലിക്കബിൾ ആണ് എന്ന് പറയുമ്പോൾ എന്താണ്, പോലീസുകാരൻ വന്ന് വട്ടം ചാടിയതാണ്. അപ്പൊ പോലീസുകാരൻ സ്വന്തമായിട്ട് ചെന്ന് കയറി കൊടുത്തുകൊണ്ട് പോലീസുകാരൻ ലയബിള്, പോലീസുകാരൻ തന്നെയാണ് ലയബിള് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ വോളന്റി നോട്ട് ഫിറ്റ് ഇഞ്ചൂറിയ അപ്ലിക്കബിൾ അല്ല ഇവിടെ. കാരണം വോളന്റി നോട്ട് ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറഞ്ഞ പ്രിൻസിപ്പളിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ എക്സെപ്ഷൻ ആണ് റെസ്ക്യൂ കേസസ്. ഒരാള് റെസ്ക്യൂ പർപ്പസിന് വേണ്ടി സ്വന്തമായിട്ട് ഒരു അപകടത്തിലോട്ട് ചെന്ന് കയറിയതാണെങ്കിൽ അദ്ദേഹം സ്വന്തമായി ചെന്ന് കയറി എന്ന ആ ഒരു ഡിഫൻസ് എന്ത് ചെയ്യാൻ പറ്റൂല, ഡിഫൻഡന്റിന് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഇപ്പൊ ഒരു തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണം കയറി ചെല്ലാൻ. എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ട് ഞാൻ ആ കൂട്ടുകാരനെതിരെ കേസ് കൊടുക്കുമ്പോൾ കൂട്ടുകാരൻ പറയുന്നതാണ് നീ എന്തിനാ എന്റെ വീട്ടിൽ വന്നത് എന്ന് ചോദിച്ച കാര്യമുണ്ടോ? ഇല്ല, റെസ്ക്യൂ ആണ് ഞാൻ ചെയ്തത്. അപ്പൊ ലോ ഒരിക്കലും എന്ത് ചെയ്യില്ല, അപ്രിഷിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ ചെയ്യുന്നതിൽ നിന്നും തളർത്തില്ല. അല്ലെങ്കിൽ ഒരാളെ എന്ത് ചെയ്യില്ല, ചെയ്യണ്ട എന്ന രീതിയിൽ ഒരാളെ തളർത്തില്ല. അപ്പൊ റെസ്ക്യൂ കേസസിലൊക്കെ വോളന്റി നോട്ട് ഫിറ്റ് ഇഞ്ചുറി അപ്ലൈ ആകില്ല എന്നാണ് ഇവിടെ എക്സെപ്ഷൻ നമ്പർ 1 പറയുന്നത്. ഇനി ഒരെണ്ണം കൂടി ഞാൻ അത് പറയാം. അതൊരു ഓക്യുപ്പേഷണൽ ഹസാർഡിൽ പെടും അല്ലേ? ആ, അതെ. ഞാൻ ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാം. മറ്റൊരു എക്സെപ്ഷനും കൂടി ഉണ്ട്. അതായത് ഒരു ടീച്ചർ ഒരു കുട്ടിയോട് പറയണേണ്, ഒരു 10-20 വയസ്സുള്ള ഒരു കുട്ടിയോട് പറയുന്നതാണ് ടീച്ചർ, സെക്ഷുവൽ ഇന്റർകോഴ്സ് ചെയ്താൽ പഠിക്കാൻ നല്ല ബുദ്ധി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ കൊച്ചുമായിട്ട് സെക്ഷുവൽ ഇന്റർകോഴ്സ് ചെയ്യും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കേസ് വരും. അതായത് ഈ കൊച്ചിനെ എന്തിനാണ് സെക്ഷുവൽ ഇന്റർകോഴ്സ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പാരന്റ്സ് കേസ് കൊടുക്കും. അപ്പൊ ഇവിടെ വോളന്റി നോട്ട് ഫിറ്റ് ഇഞ്ചുറി, ആ കൊച്ചു സ്വന്തം സമ്മതപ്രകാരം ഇന്റർകോഴ്സ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഡിഫൻസ് ഈ ടീച്ചറിന് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറ്റില്ല, അതിന് പറ്റില്ല, പറ്റില്ല. പ്രേരണ. ഇത് മൈനറല്ലേ മിസ്റെപ്രസെന്റേഷൻ അല്ലേ? ബിക്കോസ് അതിന്റെ ആൻസർ എന്നുള്ളത്, എക്സാക്ട് ആൻസർ എന്നുള്ളത് ആ കൺസെന്റ് എന്തല്ല, വാലിഡ് കൺസെന്റ് അല്ല. കാരണം ആ കൺസെന്റ് വാങ്ങിയത് എങ്ങനെയാണ്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്, മിസ്റെപ്രസെന്റ് ചെയ്തിട്ടാണ്. ഇല്ലാത്ത കാര്യം, അതെ, ഫ്രോഡ് ആയിട്ടുള്ള ഒരു കാര്യം, ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ്സ്. ദി കൺസെന്റ് വാസ് ഗിവൺ ത്രൂ റെപ്രസെന്റിങ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ദി കൺസെന്റ് വിച്ച് ഇസ് ഗിവൺ ടു ദാറ്റ് ടീച്ചർ വാസ് ബൈ ഫോൾസ് മിസ്റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ത്രൂ മിസ്റെപ്രസെന്റേഷൻ ആണ് ആ കൺസെന്റ് കിട്ടിയത്. അപ്പൊ അത് വാലിഡ് കൺസെന്റ് അല്ല, അണ്ടി ഇൻഫ്ലുവൻസ് അല്ല, അത് വേറെ. അപ്പൊ ഇതെന്താ, അണ്ടി ഇൻഫ്ലുവൻസ് വരും, അത് കോൺട്രാക്ടിന്റെ അകത്ത്. ഇവിടെ അല്ല അത് വരുന്നത്. ഇവിടെ അങ്ങനെ വാങ്ങിയത് എന്തിന്റെ പേരിലാണ്, മിസ്റെപ്രസെന്റേഷൻ ചെയ്തു. മിസ്റെപ്രസെന്റേഷൻ. അതെ, അപ്പൊ കൺസെന്റ് വാങ്ങിയത് വാലിഡ് കൺസെന്റ് അല്ലാത്തത് കൊണ്ട്, മിസ്റെപ്രസെന്റ് ചെയ്ത് വാങ്ങിച്ച കൺസെന്റ് അല്ലാത്തത് കൊണ്ട്, ആയ കൺസെന്റ് ആയതുകൊണ്ട് ഇവിടെയും വോളന്റി നോട്ട് ഫിറ്റ് ഇഞ്ചുറി എന്തല്ല, അപ്ലിക്കബിൾ അല്ല. അപ്പൊ നിങ്ങളുടെ അടുത്ത് പ്രോബ്ലം ചോദിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് പ്രോബ്ലം ചോദിക്കണം എന്നില്ല യൂണിവേഴ്സിറ്റി. നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യുള്ളൂ, ഇതുപോലെ എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള നിയമത്തിന്റെ എക്സെപ്ഷൻ തന്നിട്ട് വേണം പ്രോബ്ലം ചോദിക്കാൻ. അടുത്തൊരു പ്രോബ്ലം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. ഒരാള് രാത്രി എന്ത് ചെയ്തു, തന്റെ വീട്ടില് ആരും കടന്നു കയറാതിരിക്കാൻ വേണ്ടി വീട്ടിൽ എന്ത് ചെയ്തു, കുറച്ച് എന്താ അതിനെ പറയുന്ന, കെണിയില്ലേ, കെണി. അതായത് കാല് കുടുങ്ങി കഴിഞ്ഞാൽ കാലിങ്ങനെ അറ്റുപോകും. അതിനൊരു പേര് പറയുമല്ലോ നമ്മള്, സ്പ്രിംഗ്ലറിനോ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മള്, ഞാൻ പറഞ്ഞ സ്നെയർ ആണോ? സ്പെയർ. അത് തന്നെ. അതായത് ഇങ്ങനെ നടക്കുമ്പോൾ കാലെങ്ങാനും, ഒരു സിനിമയിലൊക്കെ ഉണ്ട്, കാല് കുടുങ്ങി കഴിഞ്ഞാൽ കാലങ്ങ് അറ്റുപോകും, അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ കള്ളന്മാര് കയറാതിരിക്കാൻ വേണ്ടി ഒരാൾ തന്റെ വീടിന്റെ മുറ്റത്ത് അത് വെച്ചു. ഒരാൾ കയറി ട്രസ്പാസ് ചെയ്തു, അങ്ങനെ അയാളുടെ കാല് അറ്റുപോയി. അപ്പോ കോടതിയിൽ ചെന്നിട്ട് വീടിന്റെ ഉടമസ്ഥൻ പറയുന്നതാണ്, ഞാൻ അതെന്റെ പ്രൈവറ്റ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് അത് വെച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോ വലിയ കുഴപ്പമുണ്ടോ അങ്ങനെ വെച്ചതിന്റെ പേരില്?
അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തിനായിരുന്നു വന്നിരുന്നത്? എന്തിനായിരുന്നു? സ്പ്രിംഗ് ആണ്, അത് തന്നെ സ്പ്രിംഗ് ആണ്. ട്രസ്പാസിന് സ്വയം കൊത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇലക്ട്രിക് ഷോക്ക് നിങ്ങൾ അതേമാതിരി വെച്ച് കഴിഞ്ഞാലും കുറ്റമാണ് അത്. അതായത് അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പൊ പ്രൈവറ്റ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഇലക്ട്രിക് ഷോക്കുകളും സ്പ്രിംഗ് ഗണ്ണുകളും ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു വാർണിംഗ് ബോർഡ് സൈൻ കൊടുക്കണം. ട്രസ്പാസ് ആണെങ്കിലും ട്രസ്പാസ് ചെയ്താണെങ്കിലും ഓണറിന് ലയബിലിറ്റി ഇവിടെ കിട്ടും. പ്രൈവറ്റ് ഡിഫൻസ് ഇവിടെ അപ്ലിക്കബിൾ ആകില്ല. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ വീടിന്റെ മുറ്റത്ത് എന്ത് ചെയ്യണം? ബോർഡ് വെക്കണം. ട്രസ്പാസ് ചെയ്യുന്നവർക്ക് പണി കിട്ടും. ഇവിടെ പല സാധനങ്ങളുണ്ട്, പട്ടിയുണ്ട്, സൂക്ഷിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ വിത്തൗട്ട് നോട്ടീസ് എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനത്തെ സാധനങ്ങൾ വെക്കാൻ പാടില്ല. ട്രസ്പാസ് ചെയ്തവൻ ചെയ്തത് ഒഫൻസ് ആണ്, അതിന് പണിഷ്മെന്റ് വേറെ കിട്ടും. പക്ഷേ ഈ കാല് പോയതിന്റെ പേരിലുള്ള ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കേണ്ടി വരും? ഈ വീടിന്റെ ഓണർ ഏറ്റെടുക്കേണ്ടി വരും. അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൈവറ്റ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് വെച്ചതാണെന്ന് പറഞ്ഞിട്ട് എക്സെപ്ഷൻ എടുക്കാൻ പറ്റൂല. അപ്പൊ ജനറൽ ഡിഫൻസിന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം എന്നില്ല ചോദിക്കുന്നത്, ഇതുപോലുള്ള ഏതെങ്കിലും എക്സെപ്ഷൻസ് ആയിരിക്കാം ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പ്ലെയിൻറ്റിഫിന്റെ റോങ് ഡൂവറും ഇവിടെ മെൻഷൻ ചെയ്യാം. പ്ലെയിൻറ്റിഫിന്റെ ഭാഗത്ത് റോങ് ഡൂയിങ് ഉണ്ട്, അത് ഓൾറെഡി ഒരു ജനറൽ എക്സെപ്ഷൻ ആണ്. പക്ഷേ ഇതൊരു കേസ് ലോ ആണ്, ഓൾറെഡി ഇംഗ്ലീഷ് കേസ് ആണ്. ഇതിന്റെ അകത്ത് കോടതി പറഞ്ഞ ഡിസിഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ആ കേസിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ കേസിൽ കോടതി പറഞ്ഞത് ഇത്തരം സാധനങ്ങൾ ഒരാൾ തന്റെ ഭൂമിയിൽ വെച്ചാൽ എന്ത് ചെയ്യണമായിരുന്നു? വീടിന്റെ മുന്നിൽ ഒരു സൈൻ വെക്കണമായിരുന്നു. അല്ലാത്ത പക്ഷം വന്ന ആൾക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വന്ന ആൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. ബേർഡ് വേഴ്സസ് ഹാൾബ്രൂക്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണം, ഞാൻ മറന്നുപോയി ആ കേസിന്റെ പേര്. അപ്പോ ആ കോടതി പറഞ്ഞൊരു ഡിസിഷൻ ആണത്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി പ്രധാനമായിട്ടും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഞാനിപ്പോ ഇവിടെ പറയാം. നിങ്ങൾ എസ് എ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട രണ്ട് ആക്ട് ആണ്. ഒന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, രണ്ട് ഏത് ആക്ട്? മോട്ടോർ വെഹിക്കിൾ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരാളെ കൺസ്യൂമർ എന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കണം? അയാള് പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുന്ന ഒരാളെ കൺസ്യൂമർ എന്ന് വിളിക്കൂ. ഫ്രീ ആയിട്ട് സർവീസ് കിട്ടുന്ന ആളെ കൺസ്യൂമർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഞാനിപ്പോ ഈ ക്ലാസ്സിന്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടല്ലേ ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ ഞാൻ ഈ ക്ലാസ്സിന്റെ ഇടയിൽ ഞാനിപ്പോ ക്ലാസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാനാണ്, ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ നിർത്തിയാല് കൺസ്യൂമർ കോടതി നിങ്ങൾക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഫ്രീ സർവീസ് അവൈൽ ആകുന്ന ആളുകൾക്ക് കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു സംശയമാണ്, നിങ്ങൾക്ക് വയ്യാതെ അപ്പൊ നിങ്ങൾ സർക്കാർ ഹോസ്പിറ്റലിൽ പോയി. സർക്കാർ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ നിങ്ങളെ ചികിത്സിച്ചില്ല. ഡോക്ടർ പറഞ്ഞു എനിക്കിന്ന് വയ്യ, നിങ്ങൾ നാളെ വായോ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് കൺസ്യൂമർ കോടതിയിൽ പോകാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. അതെന്താ ഫ്രീ ആയിട്ടല്ലേ അവിടെ? അത് ഫ്രീ ആയിട്ടല്ലല്ലോ, പക്ഷേ ഗവൺമെന്റിന്റെ ഇതാണല്ലോ, നമുക്ക് സർവീസ് ആണല്ലോ. യെസ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വേഴ്സസ് വി പി ശാന്ത എന്ന് പറഞ്ഞ കേസിൽ കോടതി പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും, ഓക്കെ, പക്ഷെ അത് ഫ്രീ സർവീസ് അല്ല. ഗവൺമെന്റ് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. സർക്കാർ ഡോക്ടർമാർക്ക് ഫ്രീ ആയിട്ടൊന്നും എല്ലാവരും ചെയ്യുന്നത്. നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല എന്നാണെങ്കിലും നിങ്ങളെ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് വരുമാനം എടുത്തുകൊണ്ട് സർക്കാർ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവൈൽ ചെയ്യുന്ന സർവീസ് അത് ഫ്രീ അല്ല, അത് വാലിഡ് ആയിട്ടുള്ള സർവീസ് ആണ്. അവര് എന്തെങ്കിലും ഡെഫിഷ്യൻസി വരുത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺസ്യൂമർ കോടതിയിൽ പോകാം. അങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ പഠിക്കുമ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അകത്തുള്ള കൗൺസിൽസ് പഠിക്കുക, റിഡ്രസൽ ഫോറംസ് പഠിക്കുക. റിഡ്രസൽ 3 ടയർ സിസ്റ്റം ആണ്. 3 ടയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? 3 ടയർ ഉണ്ടെന്നാണോ? 3 ടയർ സിസ്റ്റം റിഡ്രസൽ ഏജൻസീസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ കൺസ്യൂമറിന്റെ ബേസിസിൽ ഉള്ളത്. എന്താണ് 3 ടയർ സിസ്റ്റം? ഓംബുഡ്സ്മാൻസ് 3 ടയേഴ്സ് ഓഫ് റെഡ്രസൽ ഏജൻസീസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ. ദാറ്റ് ഇസ് എക്സാക്ട് റൈറ്റ് ആൻസർ. 3 ലെവൽസ്, 3 ലെവലിൽ എന്തുണ്ടാവും? ബോഡീസ് ഉണ്ടാകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയാൽ നിങ്ങൾക്ക് ജില്ലാ തലത്തിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ട് പോകാം? സ്റ്റേറ്റിൽ പോകാം, അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ബോഡി ഉണ്ടാകും. നിങ്ങൾ കൺസ്യൂമർ കോടതി പോയി, എന്തെങ്കിലും നിങ്ങൾക്ക് ഗ്രീവിയൻസ് ഉണ്ടായി, നിങ്ങൾക്ക് അപ്പീൽ പോകാൻ പറ്റും. ജില്ലാ കൺസ്യൂമർ കോടതിയിൽ നിന്ന് അപ്പീൽ പോകുന്നത് എങ്ങോട്ടായിരിക്കും? സ്റ്റേറ്റ് കമ്മീഷനിൽ അപ്പീൽ പോകാം. ഇനി സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓക്കെ ആയില്ല, അപ്പൊ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകാം? നാഷണലിൽ പോവാ. ഇനി നാഷണലിൽ ഓക്കെ ആയില്ല, ഇനി അങ്ങോട്ട് പോകും? വേൾഡിലോട്ട് പോകുമോ? സുപ്രീം കോടതി. സുപ്രീം കോടതിയിലോട്ട് പോകാം. സുപ്രീം കോടതിയിലോട്ട് ഓക്കെ ആയില്ലെങ്കിലോ? അതോടെ കഴിഞ്ഞില്ലേ? അതോടെ കഴിഞ്ഞു. ഈസ് ദി അപ്പല്ലറ്റ് അതോറിറ്റി, നോ കോർട്ട് ബിയോണ്ട് ദാറ്റ്. അവിടെ വെച്ച് കിട്ടാത്ത റെഡ്രസൽ പിന്നെ ഗ്രീവിയൻസ് പിന്നെ പരിഹരിക്കപ്പെടില്ല. സുപ്രീം കോർട്ട് ഇസ് ദി
ഒരു ബൗണ്ടറി ഓഫ് ദി ഇന്ത്യൻ ജുഡീഷ്യറി, അതിന്റെ അപ്പുറത്തോട്ടില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പാറ്റേൺ. ഓരോ ജില്ലാ കോടതിയിൽ ഇത്ര ക്വാളിഫിക്കേഷൻ വേണ്ട ആളുകള്, സ്റ്റേറ്റിൽ ഇത്ര ക്വാളിഫിക്കേഷൻ, സെന്ററിന് ഇത്ര ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ജില്ലാ റിഡ്രസൽ ഫോറംസിൽ 3 മെമ്പർ ഉണ്ടായിരിക്കണം. അതിൽ ഒരാള് പ്രസിഡന്റും 2 അതർ മെമ്പറും ആയിരിക്കും. പ്രസിഡന്റ് ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം പ്രസിഡന്റ്. 2 അതർ മെമ്പർമാരും വേണം. അതിൽ ഒരാൾ ആരായിരിക്കണം? 2 അതർ മെമ്പറിൽ ഒരാൾ ആരായിരിക്കണം? ക്ലാസ് കേട്ടത് ഓർമ്മയുള്ളവർ ഇപ്പൊ ഉത്തരം പറയും. 2 അതർ മെമ്പർ ഉണ്ടാകണം. 2 അതർ മെമ്പറിൽ ഒരാൾ മസ്റ്റ് ആയിട്ട് ഡാഷ് ആയിരിക്കണം. വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ഡാഷ്? ലേഡി ആയിരിക്കണം. ലേഡി ആയിരിക്കണം. റൈറ്റ് ആൻസർ. 2 അതർ മെമ്പറിൽ ഒരാൾ ലേഡി ആയിരിക്കണം. അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. 35 കുറയാത്ത പ്രായം ഉണ്ടാകണം. അറ്റ്ലീസ്റ്റ് ഒരു ബാച്ചിലർ ഡിഗ്രി വേണം. 10 വർഷത്തിൽ കൂടുതൽ ലോ, എക്കണോമിക്സ്, അക്കൗണ്ടൻസി മേഖലയിൽ പ്രാക്ടീസ് ഉള്ള ഒരാളായിരിക്കണം. സ്റ്റേറ്റിന്റെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്, സെൻട്രലിന്റെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒരു എസ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ആക്ട് ആണ്. പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. ഇനി മോട്ടോർ വെഹിക്കിൾ ആക്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് മൊത്തത്തിലായിട്ട് ചോദിക്കാം. അതിന്റെ അകത്ത് നോൺ ഫോൾട്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. നോൺ ഫോൾട്ട് ലയബിലിറ്റി എന്താണെന്ന് എന്ത് ചെയ്യാം, ഒരു എസ് ആയിട്ട് ചോദിക്കാം. നോൺ ഫോൾട്ട് ലയബിലിറ്റി, ഞാനിപ്പോ വണ്ടിയിൽ കാർ ഓടിച്ചു പോയപ്പോ ഒരാള് അശ്രദ്ധമായി മൊബൈൽ ഉപയോഗിച്ച് വട്ടം ചാടി. ഞാൻ വളരെ പതിയെ പോയത്, പക്ഷെ അയാളെ ഇടിച്ചിട്ടു. ഞാൻ അയാൾക്ക് വല്ല കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കൊടുക്കണം. എന്തുകൊണ്ട് കൊടുക്കണം? അത് മോട്ടോർ വെഹിക്കിളും ആളും മോട്ടോർ വെഹിക്കിളും തമ്മിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾക്കാരനാണ് കുറ്റക്കാരൻ. It is based on which principle? It is based on നോൺ ഫോൾട്ട് ലയബിലിറ്റി. അതാണ് നോൺ ഫോൾട്ട് ലയബിലിറ്റി പറയുന്നത്. ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഭാഗത്ത് ഫോൾട്ട് ഉണ്ടാകട്ടെ, ഫോൾട്ട് ഉണ്ടാകാതിരിക്കട്ടെ, ഇത് ചെയ്തവന്റെ ഭാഗത്ത് ഫോൾട്ട് ഉണ്ടാവട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ. വണ്ടി ഇടിച്ച ആൾക്ക് എന്ത് ചെയ്യണം? ഇടിക്കപ്പെട്ടിട്ടുള്ള ആൾക്ക് എത്ര പേജ് എഴുതണം, ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു അഡീഷണൽ ഒരു സെഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ 2 സബ്ജക്റ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നിലധികം സെഷൻസ് നടത്തിക്കൊണ്ട് വേണം നമുക്ക് ഇത് തീർക്കാൻ. ഒരു സെഷൻ കൊണ്ടൊന്നും തീരില്ല. അപ്പോൾ അടുത്ത സെഷൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, പാറ്റേൺ എങ്ങനെയായിരിക്കും, എത്ര മണിക്കൂർ ഉണ്ടാകും, ഓരോ ക്വസ്റ്റ്യനും എത്ര പേജ് എഴുതണം, എത്ര മിനിറ്റ് കൊണ്ട് എഴുതണം എന്നുള്ളത് നമുക്ക് അടുത്തൊരു സെഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ സബ്ജക്റ്റിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ നോൺ ഫോൾട്ട് ലയബിലിറ്റിയെ പറ്റിയും എസ് എഴുതാൻ വേണ്ടി പഠിച്ചു വെക്കുക. പിന്നെ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് സ്ട്രിക്ട് ലയബിലിറ്റി വേഴ്സസ് അബ്സല്യൂട്ട് ലയബിലിറ്റി. എന്താണ് സ്ട്രിക്ട് ലയബിലിറ്റിയും അബ്സല്യൂട്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്? ഇത് എവിടെയാണ് ഒറിജിൻ ചെയ്തത് ഈ 2 കൺസെപ്റ്റും? ഫ്ലെച്ചർ കേസിലല്ലേ ഫസ്റ്റ്? സ്ട്രിക്ട് ലയബിലിറ്റി വാസ് അപ്ലൈഡ് ഫസ്റ്റ്ലി ഇൻ ദി റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ. അത് എവിടെ ഉണ്ടായ കേസാണ്? അത് ഇന്ത്യയിലാണോ അതോ ഇംഗ്ലണ്ടിൽ ഉണ്ടായ കേസാണ്. അബ്സല്യൂട്ട് ലയബിലിറ്റി കൊണ്ടുവന്ന കേസ് ഏതാണ്? MC Mehta വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പൊ അത് ഏത് കോടതിയാണ് അബ്സല്യൂട്ട് ലയബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇന്ത്യ ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? എക്സെപ്ഷൻസ് ഇല്ല. ഒന്നിൽ എക്സെപ്ഷൻ ഉണ്ട്, മറ്റേതിൽ എക്സെപ്ഷൻ ഇല്ല. സ്ട്രിക്ട് ലയബിലിറ്റിന്റെ അണ്ടറിൽ മുതലാളിക്ക് 6 എക്സെപ്ഷൻ കിട്ടും. അതായത് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ലയബിലിറ്റി, ഒരാൾ തന്റെ ഭൂമിയിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കൊണ്ടുവന്നു, ആ സബ്സ്റ്റൻസ് മറ്റാളുടെ ഭൂമിയിലോട്ട് എസ്കേപ്ഡ് ആയി, മറ്റേ ആൾക്ക് അതുമൂലം ഡാമേജ് ഉണ്ടായി, അത് നോൺ നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡിലൂടെയാണ് അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ ഈ മുതലാളി ലയബിൾ ആണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടാകട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ. അതാണ് സ്ട്രിക്ട് ലയബിലിറ്റി പറയുന്നത്. പക്ഷെ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ആക്ട് ഓഫ് തേർഡ് പാർട്ടി, ഒരു മൂന്നാമത് ഒരാൾ വന്നിട്ടാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നുണ്ടെങ്കിൽ മുതലാളി ഇവിടെ രക്ഷപ്പെടും. അല്ലെങ്കിൽ കൺസെന്റ് ഓഫ് ദി ക്ലൈമന്റ്, പരാതിക്കാരൻ ഓൾറെഡി പറഞ്ഞു എനിക്കൊരു അപകടം ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ല എന്ന്. അങ്ങനെ പറഞ്ഞെങ്കിൽ അപ്പോഴും ഡിഫൻസ് കിട്ടും. പക്ഷെ ഇങ്ങനെയുള്ള ഡിഫൻസ് എവിടെ മാത്രമേ ഉള്ളൂ? സ്ട്രിക്ട് ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇത് എവിടെ ഇല്ല? അബ്സല്യൂട്ട് ലയബിലിറ്റിയിൽ ഡിഫൻസുകൾ ഒന്നുമില്ല, ഈ ഒരു എക്സെപ്ഷൻസ് ഒന്നുമില്ല. അങ്ങനെ എക്സെപ്ഷൻസ് ഇല്ലാതെ ഈ ലയബിലിറ്റി കൊണ്ടുവരാനുള്ള റീസൺ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? സോഷ്യൽ സോഷ്യൽ ചേഞ്ച്. നമ്മൾ ഈ ടോർട്ടിലോ എന്നുള്ള സബ്ജക്ട് തന്നെ ശരിക്കും എന്തിനു വേണ്ടിയാണ്? ടോർട്ടിലോ എന്ന് പറഞ്ഞ സബ്ജക്ട് ശരിക്കും കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? കുറ്റവാളിയെ പിടിച്ച് ജയിലിടാനാണോ അതോ മറ്റെന്തെങ്കിലും പർപ്പസിന് വേണ്ടിയാണോ? ടോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്തിട്ട് കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി. കോമ്പൻസേഷൻ, ദാറ്റ് വേർഡ് ഇസ് കറക്റ്റ്. കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയാണ് ടോർട്ടിലോ ഉള്ളത്. അപ്പൊ കോമ്പൻസേഷൻ ആണ് ഇതിന്റെ ഒരു എൻഡ് എന്നുള്ളത്.
അപ്പൊ ഈ സ്ട്രിക്ട് ലയബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ മുതലാളി എന്ത് ചെയ്യും? ചിലപ്പോൾ വലിയ വലിയ അപകടം ഉണ്ടാക്കിയിട്ട് മുതലാളി ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സണെ കുറച്ച് കാശ് കൊടുത്ത് നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? തേർഡ് പേഴ്സണെ കൊണ്ട് ക്ലെയിം ചെയ്യിപ്പിക്കും അയാൾ ചെയ്തതാണെന്ന്. അപ്പൊ മുതലാളി അങ്ങ് ഒഴിവായല്ലോ. പക്ഷെ മുതലാളിയെ ലയബിലിറ്റി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആ തേർഡ് പേഴ്സണെ കൊണ്ട് എത്രത്തോളം കോമ്പൻസേഷൻ കൊടുപ്പിക്കാൻ പറ്റും? നമ്മൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേസ് എന്ന് പറഞ്ഞ ഓളിയം ഗ്യാസ് ലീക്കേജ് കേസ് എന്ന് പറഞ്ഞ ഒരു കേസ് കേട്ടിട്ടില്ലേ? നിങ്ങളുടെയൊക്കെ പൂർവികരുടെ ചെറുപ്പത്തിൽ നടന്ന 1960-70 സമയങ്ങളിലൊക്കെ നടന്ന ഒരു വലിയൊരു അപകടമാണ്. ഭോപ്പാലിൽ എന്ത് സംഭവിച്ചു? ഒരു ഗ്യാസ് ലീക്കായിട്ട് എത്രയോ ആൾക്കാർ മരിച്ചുപോയി. 10,000-കണക്കിന് ആൾക്കാർക്ക് പെർമനന്റ് ഇഞ്ചുറി ഉണ്ടായി. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മറ്റ് ഇഞ്ചുറീസ് ഉണ്ടായി. ശ്വസിക്കാൻ പറ്റാതെ ഒരു ഗ്രാമം ഫുൾ അങ്ങ് ഇല്ലാതായി പോയി. അമേരിക്കൻ കമ്പനി ആയിരുന്നു അത്. അപ്പോ സ്ട്രിക്ട് ലയബിലിറ്റി അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുതലാളി ഒരു തേർഡ് പേഴ്സണെ ഏൽപ്പിച്ചിട്ട് അങ്ങ് രക്ഷപ്പെടും. പക്ഷെ അങ്ങനെ വന്നാൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ആര് കോമ്പൻസേഷൻ കൊടുക്കും? കോടതി അത് മനസ്സിലാക്കി, ഇന്ത്യൻ കോടതി. അങ്ങനെയാണ് ഇന്ത്യൻ കോടതി പറഞ്ഞത് ഇനി നമുക്ക് അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റിലോട്ട് വരാം. അബ്സല്യൂട്ട് ലയബിലിറ്റി മതി ഇനി മുതൽ. എന്ത് വേണ്ട? ഈ പറഞ്ഞ മറ്റേ സിസ്റ്റം ഒന്നും വേണ്ട. സ്ട്രിക്റ്റ് നമ്മുടെ നാട്ടിൽ ഇനി വേണ്ട. ഇനി ഇച്ചിരി മെച്ചപ്പെട്ടു, സോഷ്യലി ചേഞ്ച് സംഭവിച്ചു, പ്രോപ്പർ ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കണമെങ്കിൽ അബ്സല്യൂട്ട് ലയബിലിറ്റി തന്നെ അപ്ലൈ ചെയ്യണം എന്ന് കോടതി പറഞ്ഞു. അപ്പൊ അതാണ് എന്ത്? അബ്സല്യൂട്ട് ലയബിലിറ്റി, സ്ട്രിക്ട് ലയബിലിറ്റി. ഓക്കെ, അത് ക്ലിയർ ആണോ? അപ്പൊ അബ്സല്യൂട്ട് ലയബിലിറ്റി ആൻഡ് സ്ട്രിക്ട് ലയബിലിറ്റി എസ് ചോദിച്ചാൽ റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചറിന്റെ കേസും MC മെത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസും എക്സെപ്ഷന്റെ കാര്യവും എക്സെപ്ഷൻ ഇല്ലാത്ത കാര്യവും ഇന്ത്യയിൽ അത് കൊണ്ടുവരാനുള്ള റീസണും സ്ട്രിക്ട് ലയബിലിറ്റി കൊണ്ടുവരാനുള്ള റീസണും അതിന്റെ ജനറൽ ആയിട്ടുള്ള എലമെന്റ്സും എക്സെപ്ഷൻസ് എല്ലാതും വിശദീകരിച്ച് എഴുതുക. പിന്നെ ഒരു എസ് ക്വസ്റ്റ്യൻ ആണ് വൈക്കാരിയസ് ലയബിലിറ്റി. വൈക്കാരിയസ് ലയബിലിറ്റി, ഹോസ്പിറ്റൽ അതോറിറ്റീസ് വൈക്കാരിയസ്ലി ലയബിൾ ആണോ? ഡോക്ടർമാർ ചെയ്യുന്ന നെഗ്ലിജൻസിന് അതോറിറ്റീസിനെ ലയബിൾ ആക്കാൻ പറ്റുമോ? ഇല്ല. ഞാനൊരു ജനറൽ നിയമം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു മാസ്റ്ററിന് തന്റെ സർവന്റിനെ ലയബിൾ ആക്കണം, അല്ലെങ്കിൽ ഒരു മാസ്റ്ററിന്റെ കീഴിൽ പണിയെടുക്കുന്ന സർവന്റ് ചെയ്യുന്ന ആക്ടിന് മാസ്റ്ററിനെ ലയബിൾ ആക്കാൻ പറ്റും. അപ്പൊ ഒരു മാസ്റ്റർ തന്റെ സർവന്റ് ചെയ്യുന്ന ആക്ടിന് മാസ്റ്ററിനെ ലയബിൾ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് ഒരു ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് നോക്കേണ്ടത് ഇതാണ്: മാസ്റ്ററിന് എന്ന വ്യക്തിക്ക് തന്റെ സർവന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കണം. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാസ്റ്റർ സർവന്റ് റിലേഷൻ ആണ് അവർ തമ്മിൽ. സർവന്റ് ചെയ്യുന്ന എല്ലാ ആക്ടിനും മാസ്റ്റർ ലയബിൾ ആകും. പക്ഷേ സർവന്റിനെ മാസ്റ്ററിന് കൺട്രോൾ ചെയ്യാനുള്ള അധികാരമൊന്നും ഇല്ല എന്നാണെങ്കിൽ അതിനെ സർവന്റ് എന്നല്ല വിളിക്കേണ്ടത്, അദ്ദേഹത്തിനെ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ എന്നാണ് വിളിക്കേണ്ടത്. ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ചെയ്യുന്ന പ്രവൃത്തിക്ക് മാസ്റ്റർ ലയബിൾ അല്ല. അപ്പൊ ഈച്ച് ആൻഡ് എവരിത്തിങ്, ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു വീട് പണി നടക്കണേണ്. അപ്പൊ ദിവസക്കൂലിക്ക് വരുന്ന പണിക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വീട്ടിൽ ചെന്നിട്ട് എന്നാണ് ഇത്ര ദിവസം ഇത്ര പണി ചെയ്യാതിരുന്നത്, ഇന്ന് രാവിലെ ആയിട്ടും പണി ഇത്ര മെച്ചപ്പെട്ടില്ലല്ലോ. വി ക്യാൻ കൺട്രോൾ ദം. ദെൻ വി ആർ ദി മാസ്റ്റർ ആൻഡ് ദേ ആർ അവർ സർവൻസ്. ഇനി നിങ്ങളൊരു മറ്റൊരു സിനാരിയോ ശ്രദ്ധിക്കുക. ഞാനൊരു 10 ലക്ഷം രൂപ ഒരു കോൺട്രാക്ടറുടെ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു 1 വർഷം സമയം തരാൻ എനിക്ക് എന്റെ വീട് പണിത് തരണം. 2 ദിവസം കഴിഞ്ഞിട്ട് എന്താ എന്റെ വീട് അവിടെ എത്തി, എന്തായി എന്റെ വീട് എന്തായി അങ്ങനെ പറഞ്ഞ് ചോദിച്ചെടുക്കാൻ പറ്റുമോ? പറ്റൂല. ഒരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറിന് കൊടുത്ത പിന്നെ കോൺട്രാക്ടർ ആ സമയത്ത് തീർത്തല്ലാണ്, നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റൂല. അപ്പൊ അവർ ചെയ്യുന്ന ആക്ടിന് നമ്മളെ ലയബിൾ ആക്കണോ? ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ചെയ്യുന്ന ആക്ടിന് മാസ്റ്ററിനെ ലയബിൾ ആക്കണോ? വേണ്ട. സർവന്റ് ചെയ്യുന്ന ആക്ടിന് മാസ്റ്റർ ലയബിൾ ആക്കിയാൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന മരുന്ന്, അല്ലെങ്കിൽ ഡോക്ടർമാർ ഹോസ്പിറ്റൽസിൽ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കറക്റ്റ് അതോറിറ്റീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇന്ന സർജറി ചെയ്താൽ മതി, സർജറി ചെയ്യുമ്പോൾ ഇത്ര അളവിൽ മുറിച്ചാൽ മതി, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുമ്പോൾ പാരസ്റ്റമോൾ 3 എണ്ണം കൊടുത്താൽ മതി, 4 കൊടുക്കണ്ട. അപ്പൊ കൺട്രോൾഡ് ആണോ? കൺട്രോൾ ടെസ്റ്റ് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രമേ കീഴിലുള്ള ആളുകളുടെ ഉത്തരവാദിത്തം മേലുള്ള ആൾക്കാരെ ഏറ്റെടുത്താൽ മതി. അതാണ് പണ്ടത്തെ റൂൾ ഉണ്ടായിരുന്നത്. അപ്പൊ ആ റൂൾ വെച്ച് നോക്കുമ്പോൾ ഡോക്ടർമാർ ചെയ്യുന്ന ആക്ടിന് ഹോസ്പിറ്റൽ അതോറിറ്റീസ് ലയബിൾ ആണോ? ലയബിൾ അല്ല. അവർക്ക് പ്രൊഫഷണൽ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ലയബിൾ അല്ല, അല്ലേ? ആർക്കെങ്കിലും ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടോ? ലയബിൾ ആണ്. പക്ഷെ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആണെങ്കിലും നമ്മളൊരു കൺട്രോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ടെസ്റ്റ് ആണ് ഇവിടെ നോക്കേണ്ടത്. ആ ടെസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ലയബിൾ അല്ല, അല്ലേ? ആ ടെസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ലയബിൾ ആണോ? ലയബിൾ അല്ലാതൊരു കൺക്ലൂഷൻ കൊടുക്കേണ്ടി വരും. പക്ഷെ ലയബിൾ ആണ് എന്നുള്ളത് ഉത്തരം ശരിയാണ്. ഇപ്പൊ പലരും ലയബിൾ അല്ല എന്ന് പറഞ്ഞു, ലയബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ ആൻസർ എന്നുള്ളത് ഡോക്ടർമാർ ചെയ്യുന്ന ആക്ടിന് അതോറിറ്റീസ് ലയബിൾ ആണ്, വൈക്കാരിയസ്ലി ലയബിൾ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കോമ്പൻസേഷന്റെ കാര്യം.
ഡോക്ടർമാർ എന്തെങ്കിലും ഒരു അപകടം വരുത്തി വെച്ചാൽ ഡോക്ടർമാർക്ക് കൂടിപ്പോയി എത്ര രൂപ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റും? പക്ഷേ ലയബിൾ ആക്കുന്നത് അതോറിറ്റീസിനെ ആണെങ്കിലോ, അവർ ഹോസ്പിറ്റൽ മുതലാളിമാരല്ല, അവർക്ക് കുറെ പൈസ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റും. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇഞ്ചുറി ചെറിയ ഇഞ്ചുറി ഒന്നും അല്ലല്ലോ. വയറ് കീറിയപ്പോ മാറിപ്പോയി, ശരീരം തന്നെ അങ്ങ് പോണേണ്. ഇപ്പൊ വലിയ വലിയ എമൗണ്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഡോക്ടർമാരെ ലേബിൾ ആക്കുന്നതിന് എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ കുറഞ്ഞു പോകും. ഇവിടെ കോടതി എന്ത് ചെയ്തു? ഈ ട്രഡീഷണൽ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ റിലാക്സേഷൻ കൊടുത്തിട്ട് കോടതി ഡിസിഷൻ മാറ്റി. പിൽക്കാലഘട്ടത്തിൽ കോടതി മാറ്റി പറഞ്ഞു, ഡോക്ടർമാർ ചെയ്യുന്ന ആക്ടിന് അതോറിറ്റീസ് വൈക്കാരിയസ്ലി ലയബിൾ ആണ്. കാരണം പ്രോപ്പർ കോമ്പൻസേഷൻ കൊടുക്കാൻ അങ്ങനെ ഒരു റൂള് കൊണ്ടുവന്നേ പറ്റൂ. കംപ്ലീറ്റ് എൻഡ്സ് ഓഫ് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാൻ കോടതിക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ആ ഒരു അധികാരം ഉപയോഗിച്ച് കോടതി എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു രീതിയാക്കി മാറ്റുകയുണ്ടായി. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. യെസ്. ഇത് നമ്മൾ ടോർട്ടിലോയിൽ നമ്മൾ നോക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ജനറൽ ആയിട്ട് എസ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് വൈക്കാരിയസ് ലയബിലിറ്റി മൊത്തത്തിൽ എസ് ആയിട്ട് നോക്കുക, റെമഡീസ് മൊത്തത്തിൽ എസ് ആയിട്ട് നോക്കുക, റിമോട്ട്നെസ് ഓഫ് ഡാമേജ് മൊത്തത്തിൽ എസ് ആയിട്ട് നോക്കുക. ഇനി മറ്റൊരു കാര്യമാണ് കൺസ്യൂമർ പിന്നെ ഒരു കാര്യമുണ്ട്, സ്പെസിഫിക് ടോട്ട്സ്, ഡീഫമേഷൻ, പിന്നെ ഇനുവെൻഡോ, ലിബല്, സ്ലാൻഡർ, ബാറ്ററി, മൈഹിം, ഫോൾസ് ഇംപ്രിസ്മെന്റ്, അസോൾട്ട്. അപ്പൊ ട്രെസ്പാസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഒക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഒരു എസ് എ പ്രതീക്ഷിക്കാം. ഒക്യുപ്പേഴ്സ് ലയബിലിറ്റി ഒരു എസ് ആയിട്ട് ചോദിക്കാം. അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ അവിടെ പഠിച്ചു വെക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ടോർട്ടിലോയിൽ നോക്കേണ്ട പ്രോബ്ലം ആൻഡ് ക്വസ്റ്റ്യൻസ്. പീജൻ ഹോൾ തിയറി ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണോ? അത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ തവണയും ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ചോദിക്കൂല എന്ന് പറയാൻ പറ്റൂല. അത് മനസ്സിലാക്കണം. പീജൻ ഹോൾ തിയറി ശരിക്കും അത് ഞാൻ പറയാം, പക്ഷെ അത് പറയണമെങ്കിൽ ഒരു 20 മിനിറ്റ് വേണം. 20 മിനിറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ അത് പറയാം. അത് സിമ്പിൾ അല്ലേ സാറേ? അത് ഈ വേരിയസ് ടോട്ട്സ് ഇല്ലേ, അത് ടോട്ട്സിനകത്ത് ഫിറ്റ് ആവുമെന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അത് പീജൻ ഹോൾ തിയറി ഞാൻ പറയുമ്പോ പീജൻ ഹോൾ തിയറി മാത്രമല്ല, ലോ ഓഫ് ടോർട്ട്, ലോ ഓഫ് ടോട്ട്സ് എന്ന് പറഞ്ഞ ഡിഫറൻസ് ഒക്കെ പറയും. അതിന്റെ അഡീഷണലി അതിന്റെ ചെയ്തു വരുന്ന കുഞ്ഞു കുഞ്ഞു വേറെ ടോപ്പിക്സ് ഉണ്ട്. അതെല്ലാം ചേർത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഞാൻ അത് ചുരുക്കി പറയാം. ബാക്കിയുള്ള അഡീഷണലി ആയിട്ട് അതിന്റെ വാലായിട്ടുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതിലോട്ടൊന്നും കടക്കാതെ ഒരു ഐഡിയ മാത്രം തരാമെന്ന്. പീജൻ ഹോൾ തിയറിയിൽ നിങ്ങൾ പീജൻ ഹോൾ തിയറിക്കാര്, അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ലോ ഓഫ് നമ്മൾ ടോർട്ട് ലോ എന്ന് പറഞ്ഞ സബ്ജക്ട് ശരിക്കും ഇപ്പൊ സ്പെസിഫിക്കലി നെയിമുള്ള ഒരുപാട് ടോർട്ട് ഉണ്ടല്ലോ. അങ്ങനെയുള്ള ടോർട്സിനെ മാത്രമേ ടോർട്ട് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പുതുതായിട്ട് ഇനി എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഒരു റോങ് കണ്ടുപിടിച്ചാൽ സ്പെസിഫിക്കലി നെയിമുള്ള ടോർട്ട് അല്ലാതെ പുതുതായിട്ട് ഇനി ഭാവിയിൽ പുതിയ ഇപ്പൊ AI ഒക്കെ ഡെവലപ്ഡ് ആകാൻ പോകുന്ന കാലവും പല പല ടോർഷ്യസ് ആയിട്ടുള്ള ആക്ടുകൾ ഇനി ഫ്യൂച്ചറിൽ കണ്ടുപിടിക്കാം. അപ്പൊ ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന റോങ് ആയിട്ടുള്ള ആക്ടിനെ നമുക്ക് ടോർട്ട് എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ഡിസ്പ്യൂട്ട് വന്നു. അന്നേരം പീജൻ ഹോൾ തിയറിക്കാർ പറഞ്ഞ ഒരു ആൻസർ ഇതാണ്. പീജൻ ഹോൾ തിയറി, അതായത് ടോർട്ട് എന്ന് പറഞ്ഞ പീജൻ ഹോൾ എങ്ങനെ ഇരിക്കുന്നത്? പീജന്റെ കൂട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രാവും കൂട് ഞാനിപ്പോ വരച്ച് കാണിക്കാം. പ്രാവും കൂട് എങ്ങനെയുള്ളത്? ലവ് ബേർഡ്സിന്റെ കൂട് പോലെയാണോ പ്രാവും കൂടെ ഉള്ളത്? ആണോ? ഇപ്പൊ ലവ് ബേർഡ്സിന്റെ ഒരു കൂടാന്ന് വിചാരിക്കാം. ലവ് ബേർഡ്സിന്റെ കൂട് ഇങ്ങനെ ആയിരിക്കും. പക്ഷെ പ്രാവും കൂടി ഇങ്ങനെയാണോ? പ്രാവും കൂടി കണ്ടവർക്ക് അറിയാം പ്രാവും കൂടി ഇങ്ങനെയല്ല. പ്രാവും കൂടി എങ്ങനെയായിരിക്കും? ബോക്സ് ആയിട്ടിരിക്കും. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോ ബോക്സ് വരച്ചു. ബോക്സ് കാണാൻ പറ്റുന്നുണ്ടോ? അതല്ല, ഞാനിപ്പോ സബ് ബോക്സുകളൊക്കെ വരച്ചു. ഇല്ല, കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ വന്നില്ലേ? അപ്പൊ പീജൻ ഹോൾ തിയറിക്കാർ പറയുന്നത് ലോ ഓഫ് ടോർട്ട് എന്ന് പറഞ്ഞ സബ്ജക്ട് ഒരു പീജന്റെ കൂട് പോലെയാണ്. അതായത് ഈ കൂട്ടില് ഒന്നാമത്തെ കൂട്ടിൽ എന്തുണ്ട്? ഒരു സ്പെസിഫിക് ടോർട്ട് ഉണ്ട്. ഒരു ടോർട്ടിന്റെ പേര് പറഞ്ഞ, സ്പെസിഫിക് നെയിമുള്ള ഒരു ടോർട്ടിന്റെ പേര് നിങ്ങൾ പറഞ്ഞേ. അസോൾട്ട്, ബാറ്ററി. അസോൾട്ട് ഞാൻ ഇവിടെ എ ഇട്ടു. എ ഇട്ട് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അസോൾട്ട് എന്നാണ്. എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുന്നിട്ടുള്ളൂ. അടുത്തത് ബാറ്ററി. അടുത്തത് ബാറ്ററി പറഞ്ഞു. ഡിഫമേഷൻ, നെഗ്ലിജൻസ്, നോയ്സൻസ്, ട്രെസ്പാസ്, മെയ്ഹീം, ലിബല്, സ്ലാൻഡർ. ഇനിയും ഉണ്ട്. അപ്പൊ ഇനിയും നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ സ്ലാൻഡർ,
ഇനുവെൻഡോ വണ്ടി നോൺ ഫിറ്റ് ഇഞ്ചുറി ഒക്കെ ഇതിൽ പെടില്ലേ? അല്ല, സ്പെസിഫിക് ടോർട്ട് അല്ല, അതൊക്കെ എക്സെപ്ഷൻസ് അല്ലേ. സ്പെസിഫിക് നെയിം ഉള്ള ഓക്കെ റോങ് ആയിട്ടുള്ള ആ ആക്ടുകളാണ്. ഓക്കെ. ഇനി നിങ്ങൾ പറയാതെ പോയത് ഇതൊക്കെയാണ്: മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡ്. ഫ്രോഡ്, ഓക്കെ. മലീഷ്യസ് പ്രോസിക്യൂഷൻ. ആ, മലീഷ്യസ് പ്രോസിക്യൂഷൻ ഉണ്ട്. അപ്പോ തൽക്കാലം നമുക്ക് ഇപ്പൊ ഇവിടെ നിർത്താം. അപ്പോ ഈ കോഡ് ഫില്ലായി. ഇനി പുതുതായിട്ട് ഒരു റോങ് വന്നാൽ ഇവിടെ ആഡ് ചെയ്യാൻ സ്ഥലമുണ്ടോ? ഇനി നിങ്ങൾക്ക് ഇവിടെ ഇനി ആഡ് ചെയ്യാനായിട്ട് ഏതെങ്കിലും കൂട് ബാക്കിയിരിക്കുന്നുണ്ടോ, ഒഴിഞ്ഞിരിക്കുന്നുണ്ടോ? ഇനി ഇനി ഒരു ടോർട്ടിനെ കണ്ടുപിടിച്ചാൽ ഇവിടെ എവിടെയെങ്കിലും കയറ്റാൻ പറ്റുമോ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതാണ് പീജിയൻ ഹോൾ തിയറിക്കാർ പറയുന്നത്. പീജിയൻ ഹോൾ തിയറിക്കാർ സേസ് ദാറ്റ് ലോ ഓഫ് ടോർട്ട് എന്നുള്ളത് സ്പെസിഫിക് നമ്പർ ഓഫ് ടോർട്ട്സ് മാത്രമേ ഉള്ളൂ. ഇനി ഫ്യൂച്ചറിൽ സ്പെസിഫിക് നെയിം ഉള്ള ടോർട്ടിനെ മാത്രമേ നമുക്ക് ടോർട്ട് എന്ന് വിളിക്കാൻ പറ്റൂ. ഇനി ഫ്യൂച്ചറിലോ ഇനി പേരില്ലാത്ത മറ്റ് റോങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ടോർട്ട് എന്ന് വിളിക്കാൻ പറ്റൂല. ഓൾറെഡി ഇത് പ്രാവുംകൂട് പോലെയാണ്. പ്രാവുംകൂട്ടിനകത്ത് ഓരോരോ കൂട്ടിനകത്ത് ഓരോരോ ടോർട്ട് കയറി കഴിഞ്ഞു. ഇനി വരുന്ന ആൾക്കാർക്ക് കയറാൻ സ്ഥലമില്ല. ഇതാണ് ഈ തിയറിക്കാർ പറയുന്നത്. അപ്പൊ ഇതിന് നേരെ കോൺട്രാസ്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് വേറെ തിയറിക്കാർ പറയുന്നുണ്ട്. പീജൻ ഹോൾ തിയറിക്കാരന്റെ വക്താവ് ആരായിരുന്നു? സാൽമന്റ് ആയിരുന്നു. വിൻഫീൽഡും സാൽമനും രണ്ടും ടോർട്ടും ടോർട്ടും. വിൻഫീൽഡ്, ഇത് സാൽമന്റ് ആണ്. ഹലോ, പീജൻ ഹോൾ തിയറി ആരുടെ ആയിരുന്നു? സാൽമന്റ്. അതെ, സാൽമന്റ് പറഞ്ഞ തിയറിയാണിത്. പക്ഷെ വിൻഫീൽഡ് പറയുന്നത് അങ്ങനെയല്ല. വിൻഫീൽഡ് നേരെ ഓപ്പോസിഷൻ പറയുന്ന ആളാണ്. വിൻഫീൽഡ് പറയുന്നത് ഇങ്ങനെ പ്രാവുംകൂട് പറയുന്നതല്ല. ലോ ഓഫ് ടോർട്ട് എന്ന് പറഞ്ഞ സബ്ജക്ട്, അതിന്റെ അകത്ത് ഇപ്പൊ സ്പെസിഫിക്കലി നെയിമുള്ള ടോർട്ടിനെ നമുക്ക് ടോർട്ട് എന്ന് വിളിക്കാം. ഇനി ഫ്യൂച്ചറിൽ കണ്ടുപിടിക്കാൻ പോകുന്ന റോങ് ആയിട്ടുള്ള ആക്ടുകളെയും നമുക്ക് ടോർട്ട് എന്ന് വിളിക്കാം. അതാണ് വിൻഫീൽഡ് പറയുന്നത്. അപ്പൊ ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആണോ? ആ അതപ്പോ വിൻഫീൽഡ് പറയുന്നതല്ലേ കുറച്ചുകൂടെ കോംപ്രഹെൻസീവ്. അതെ, അതാണ് കുറച്ചുകൂടെ സോഷ്യലി അക്സെപ്റ്റബിളും അത് തന്നെയാണ്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ നാളെ ഫ്യൂച്ചറില് നമുക്ക് മോട്ടോർ വെഹിക്കിളിന്റെ ഒന്നും പോർഷൻസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇനി എക്സാമിന്റെ ആ ടൈം ആകുമ്പോഴേക്കും പഠിച്ചെടുക്കാൻ പറ്റുമോ? അത് നിങ്ങൾ പഠിക്കണം. ആ സമയം എന്ത് ചെയ്യണം? പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പറയാൻ പറ്റൂലല്ലോ. അത് നിങ്ങളായിട്ട് പഠിക്കണം കോളേജില്. ഇപ്പൊ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞാനിപ്പോ അത് പറയും നിങ്ങൾക്ക്. ഞാനിപ്പോ സെഷൻസിലാണെങ്കിൽ ഏതെങ്കിലും എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. പിന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ട്യൂഷൻസ് ഉണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ആകാം. നിങ്ങൾക്ക് ടോർട്ടും കോൺട്രാക്ടിന്റെ ഒക്കെ നോട്ട്സ് മാത്രമായിട്ട് നമ്മൾ സ്പെസിഫിക്കലി നോട്ട് മാത്രമായിട്ട് ഇപ്പൊ ചോയ്സ് കൊണ്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. നമ്മുടെ നോട്ട് മാത്രമായിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എല്ലാ സബ്ജക്റ്റിനും മുഴുവനായിട്ട് നോട്ട് ഉണ്ട്. നമ്മൾ ഇതേപോലെ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കേസ് ലോസും. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഞാൻ ഷെയർ ചെയ്യാം, ഒരു സെക്കൻഡ്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. കാണാൻ പറ്റുന്നുണ്ട്. അതെ, ഇത് കണ്ടില്ലേ? ഇത് നമ്മുടെ നോട്ട്സ് ആണ്. ഇതിന്റെ അകത്ത് നിങ്ങൾ ലോ ഓഫ് ടോർട്ടും ഫാമിലി ലോയും കോൺസ്റ്റിറ്റ്യൂഷനും അങ്ങനെ ഓരോന്നിലും യൂണിവേഴ്സിറ്റി പ്രകാരം നിങ്ങൾക്ക് പഠിക്കേണ്ടത് അതിന്റെ കേസ് ലോസ് ഇപ്പൊ കണ്ടില്ലേ. ജനറൽ ഡിഫൻസ്, അതിന്റെ അകത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ. നമ്പർ 2, അത് ഭയങ്കര ടെക്സ്റ്റ് പോലെ ഭയങ്കര വാസ്റ്റ് അല്ല. എന്നാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഇതിന്റെ അകത്ത്. ഓൾ ഇന്ത്യ നോട്ട് ഫിറ്റ് ഇഞ്ചുറിയ, ഞാൻ ആ പറഞ്ഞ കേസ് ലോസ് ഇല്ലേ, ആ കേസ് ലോസ്, അതിന്റെ എക്സെപ്ഷൻസ് പറഞ്ഞില്ലേ, അത് എക്സെപ്ഷന്റെ അകത്ത് വരുന്ന കേസ് ലോസ്, പിന്നെ അടുത്ത റോങ്. അപ്പൊ ഇങ്ങനെ ഓരോരോ പോർഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടുകൾ ഇപ്പൊ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്. ഇപ്പൊ ഫാമിലി ലോ കാണിച്ചു തരാം. ഫാമിലി ലോയുടെ മൊഡ്യൂൾ 1 കാണിച്ചു തരാം. മൊഡ്യൂൾ 1 നിങ്ങൾക്ക് സോഴ്സസ് ഓഫ് ലോ ഒക്കെ അല്ലേ. അതായത് ഞാൻ പറഞ്ഞു ഓൾറെഡി ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഒരു 90% അല്ലെങ്കിൽ 85% സെയിം ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അഡീഷണൽ എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ടി വന്നാലുണ്ടാകും. അപ്പോ സബ്ജക്ട് സെയിം ആയതുകൊണ്ട് 90-80% സെയിം തന്നെയാണ്. അഡീഷണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് എക്സ്ട്രാ പഠിക്കേണ്ടി വന്നാലേ ഉണ്ടാവുള്ളൂ. ഇപ്പോ ഫാമിലി ലോയുടെ 1 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഴ്സസ് ഓഫ് ലോ എന്നല്ലേ അതിൻ്റെ അകത്തുള്ള ടോപ്പിക് ഒക്കെ കണ്ടില്ലേ. സോഴ്സസ്, ഏൻഷ്യൻ സോഴ്സസ് ഏതൊക്കെയാണ്, അതിൻ്റെ അകത്ത് വരുന്ന ശ്രുതി ഏതാണ്, സ്മൃതി ഏതാണ്, കമന്ററീസ് എന്താണ്, ഡൈജസ്റ്റ് എന്താണ്, അതിലെ കേസ് ലോ എന്തൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ പഠിക്കേണ്ട കേസ് ലോസ് ഒക്കെ കളർ ചെയ്ത് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നോട്ട്സ് നമുക്ക് ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിനും നമുക്കുണ്ട്. നോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഞാൻ അല്ലാതെ സെഷൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ടോ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ഇപ്പൊ ലൈവായിട്ട് പ്രൊവൈഡ് ആക്കുന്നില്ല, ഓൾറെഡി എടുത്ത് കഴിഞ്ഞതാണ്. ഫാമിലിയിലൂടെയും കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ 1ഉം ടോർട്ടും കോൺട്രാക്റ്റും ഇതൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞ ക്ലാസ്സസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ട്യൂഷന്റെ ക്ലാസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യാം. അത് നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ആക്കാം. നമ്മൾ ശരിക്കും എം ജി യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുമ്പോൾ ക്രാഷ് ബാച്ച് ഒരു സബ്ജക്ട് തുടക്കം മുതൽ അവസാനം വരെ നോട്ട് ഉൾപ്പെടെ
റെക്കോർഡ് ക്ലാസ് ഉൾപ്പെടെ പഠിപ്പിക്കുന്ന 700 രൂപക്കാണ്. പക്ഷെ നിങ്ങൾക്ക് അത്രയും ഫീസ് വാങ്ങില്ല, കാരണം നിങ്ങൾക്ക് ആകെപ്പാടെ 20 ദിവസമേ പഠിക്കാൻ കിട്ടുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ നേരെ പകുതി ഫീസേ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നുള്ളൂ. 350 രൂപയാണ് ഒരു സബ്ജക്റ്റിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് പ്രൊവൈഡ് ആക്കാം. ക്ലാസ് ഉൾപ്പെടെ വേണം എന്നാണെങ്കിൽ 350 രൂപ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് പേയ്മെന്റ് ചെയ്ത സബ്ജക്റ്റും നോട്ട്സും റെക്കോർഡഡ് ക്ലാസ്സിന്റെ ലിങ്കുകളും കിട്ടും. അതല്ല നോട്ട് മാത്രം മതി എന്നാണെങ്കിൽ 250 റുപ്പീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടും. 250 കൂട്ടത്തിൽ അഡീഷണലി 100 തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സും കിട്ടും. അതെല്ലാം നോട്ട് മാത്രം മതി എന്നാണെങ്കിൽ 250 മതിയാവും. അങ്ങനെ പ്രൊവൈഡ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി. അത് മെസ്സേജ് ഞാൻ ചിലപ്പോൾ ഈവനിങ് നിങ്ങൾ അയക്കുമ്പോൾ ഉടനെ തന്നെ കണ്ടില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്തേക്കാം, ഈ രാത്രിക്ക് മുമ്പ് തന്നെ റിപ്ലൈ തന്നേക്കാം. അപ്പൊ ഇതാണ് നമുക്ക് ജനറലി പറയാനുള്ളത്. പിന്നെ നമ്മൾ എവിടെയാ ഡിസ്കസ് ചെയ്തെത്തിയിരുന്നത്? ടോർട്ടിലോ അല്ലേ പറഞ്ഞു വന്നിരുന്നത്? ടോർട്ടിലോ കഴിഞ്ഞു. ഏകദേശം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇനി കോൺട്രാക്റ്റിലേക്ക് വരുമ്പോൾ കോൺട്രാക്റ്റിന്റെ അകത്ത് ഓഫർ, അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, ഇത് മൂന്നും ഇതിന്റെ മൂന്നിന്റെ എസെൻഷ്യൽസ് ഉണ്ട് ഇഷ്ടം പോലെ. ഓരോ എസെൻഷ്യലും എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. എന്താണ് ഓഫർ? ഒരു സെക്കൻഡ്. ഓരോ ഓഫർ മാത്രമായിട്ട് ഒരു എസ്സേ ചോദിക്കാം, അല്ലെങ്കിൽ കൺസിഡറേഷന്റെ എലമെന്റ്സ് മാത്രമായിട്ട് ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് മാത്രമായിട്ട് ചോദിക്കാം. ഞാൻ അതിന്റെ പ്രോബ്ലം നിങ്ങളടുത്ത് ചോദിക്കാം. ഞാന് കൺസിഡറേഷൻ എന്നുള്ളത് ഒരു കോൺട്രാക്ടിന്റെ അകത്തുള്ള എസെൻഷ്യൽ എലമെന്റ് ആണോ അല്ലയോ? ആണ്. അപ്പൊ ഞാനൊരു PM കുമാർ ഏട്ടന്റെ അടുത്ത് ഞാൻ ഒരു കരാർ പറഞ്ഞു, ഞാൻ ചേട്ടന് ഒരു ഗിഫ്റ്റ് തന്നേക്കാം ഫ്യൂച്ചറിൽ എന്നൊരു കരാർ പറഞ്ഞു. അപ്പോ പക്ഷെ ഗിഫ്റ്റ് വരുമ്പോ തിരിച്ചിങ്ങോട്ട് തരലൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ എങ്ങാനും ഗിഫ്റ്റ് തരാതിരുന്നാൽ ഞാൻ ചെയ്തത് കോൺട്രാക്ച്വൽ വയലേഷൻ ആണോ? അല്ല, ഗിഫ്റ്റ് അല്ല. കാരണം കൺസിഡറേഷൻ ഇല്ലല്ലോ. പക്ഷേ ദി ആൻസർ, അൺഫോർച്ചുനേറ്റ്ലി ദി ആൻസർ ഇസ് റോങ്. ഹരിദാസ് എഴുതിയേക്കുന്നതാണ് റൈറ്റ് ആൻസർ. ഗിഫ്റ്റ് ഇസ് എക്സംപ്റ്റഡ്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. കൺസിഡറേഷൻ ഇല്ലാതെയും ഒരു കോൺട്രാക്ട് വാലിഡ് ആവുന്ന ഘട്ടങ്ങളിൽ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് ഗിഫ്റ്റ്. ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഒരാൾ മറ്റൊരാൾക്ക് കരാർ ചെയ്താൽ അത് വാലിഡ് ആയിട്ടുള്ള കരാറാണ്. ഈവൻ ദോ അതിൻ്റെ അകത്ത് കൺസിഡറേഷൻ ഇല്ല എങ്കിലും അത് വാലിഡ് ആയിട്ടുള്ളതാണ്. അത് എക്സെപ്ഷൻ ആണ്. അത് മനസ്സിലാക്കണം. ഓക്കെ. നിങ്ങൾ റോട്ടിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പേഴ്സ് കിട്ടി. പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഓണറിനെ കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കൊരു കോൺട്രാക്ട് ഉണ്ടോ ഓണറുമായിട്ട്? ഇല്ല. കോൺട്രാക്ട് അല്ല, കോസി കോൺട്രാക്ട് എന്ന് വിളിക്കും. കോസി കോൺട്രാക്ട് എന്ന് അതിനെ പറയും. സെക്ഷൻ 68 69 ആ ഒരു ഏരിയയിലാണ് പറയുന്നത്. കളഞ്ഞു കിട്ടിയ സാധനം എടുക്കുന്ന ആളുകള് ഒറിജിനൽ ഓണർ ശരിക്കും ഒറിജിനൽ ഓണർ അയാൾ തമ്മിൽ കരാറൊന്നും ഇല്ല ബേസിക്കലി നോക്കുമ്പോ. പക്ഷെ ലോ ആണ് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തം കൊടുക്കുന്നത്, അതെ, ഡ്യൂട്ടി കൊടുക്കുന്നത് ടു എത്രയും പെട്ടെന്ന് ഓണറെ കണ്ടെത്തിയത് കൊടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് മേലുള്ള ഒരു കോസി കോൺട്രാക്ട് ആണ്. കോൺട്രാക്ട് പോലുള്ള ഒരു ഒബ്ലിഗേഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ട്. പിന്നെ ഒരു കോൺട്രാക്ട് തുടങ്ങിയാൽ അത് എപ്പോഴാണ് അവസാനിക്കുന്നത്? പല രീതിയിൽ അവസാനിക്കാം. ബൈ ആക്ച്വൽ പെർഫോമൻസ് ഉണ്ട്, ബൈ ഇമ്പോസിബിലിറ്റി ഉണ്ട്, ബൈ ബ്രീച്ച് ഉണ്ട്, ബൈ നൊവേഷൻ ഉണ്ട്, ബൈ റെസിഷൻ ഉണ്ട്, റെമിഷൻ ഉണ്ട്, അൾട്രേഷൻ ഉണ്ട്. അങ്ങനെ പല പല രീതിയിലൂടെ ഒരു കോൺട്രാക്ട്, എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് അവസാനിക്കാം. അപ്പൊ അത് മൊത്തത്തിൽ ഒരു എസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അത് പഠിച്ചു വെക്കുക. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്താണെന്ന് പഠിച്ചു വെക്കുക. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എസ് എ ക്വസ്റ്റ്യൻ ആണ്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ത് ചെയ്യുക? പഠിക്കുക. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ മാർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ കോൺട്രാക്ടിനകത്ത് നിങ്ങൾ കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് എസ് എ ആയിട്ട് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിക്കണം. ഓഫർ എന്താണെന്ന് പഠിക്കണം. എസ് എ ആയിട്ട് ചോദിച്ചാൽ ഓഫറിനെ പറ്റി എഴുതണം, അക്സെപ്റ്റൻസിനെ പറ്റി എഴുതണം, പാർട്ടീസ് കോമ്പീറ്റന്റ് ആണെന്ന് എഴുതണം. ഒരു പാർട്ടി കോമ്പീറ്റന്റ് ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ വിദേശ രാജ്യത്തിലെ ഒരു രാജാവ്, ആ രാജാവിന് നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഒരു കരാർ ചെയ്തു കഴിഞ്ഞാൽ അത് കോൺട്രാക്ട് എന്ന് പറയാൻ പറ്റുമോ അതിനെ? ഇല്ല. അതെന്തുകൊണ്ടാണ് പറ്റാത്തത്? നോ എന്നുണ്ടെങ്കിൽ വൈ? ഐ ആം ആസ്കിങ് വൈ. സോവറിന്റെ ഒരു പ്രശ്നമല്ലേ? യെസ്, ഫോറിൻ റൈറ്റ് ആൻസർ. ഏലിയൻ എനിമി അല്ല, ഫോറിൻ സോവറിൻ. അതെ, അതായത് കോമ്പിറ്റൻസി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട് മേജർ ആയിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം. പിന്നെ ഒരു പോയിന്റും കൂടി ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു?
ആ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാകാൻ പാടില്ല. ആരൊക്കെയാണ് ലോ പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ളവര്? അതാണ് ഏലിയൻ എനിമി, ഫോറിൻ അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ കോൺട്രാക്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനെ എഴുതണം. ഓക്കെ. ഇപ്പോ രാജേന്ദ്രൻ രാവുണ്ണി ചേട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടൻ എനിക്കൊരു കാറ് തായോ, പൈസ ഞാനൊരു 3 മാസത്തിന് ശേഷം തന്നേക്കാം. ചേട്ടൻ എനിക്ക് കാറ് 8-ാം തീയതി കാറ് തരാ എന്നാണ് കരാറിൽ എഴുതിയത്. പൈസ ഞാൻ 2 മാസം ശേഷം തരാന്ന് പറഞ്ഞു. 8-ാം തീയതി ആയിട്ട് ചേട്ടൻ എനിക്ക് കാറ് തന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കോടതിയിൽ പരാതി പറഞ്ഞു, ചേട്ടന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചേട്ടൻ എടുക്കുന്ന ഡിഫൻസ്, ഓൾറെഡി പുള്ളിക്കാരൻ എനിക്ക് പൈസ തന്നിട്ടില്ല എന്ന ഡിഫൻസ് അവിടെ എടുക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല തോന്നുന്നു. അതെന്തുകൊണ്ടാണ്? ലാംഗിൽ വൈ കൺസിഡറേഷൻ നിങ്ങൾക്ക് കിട്ടി. കൺസിഡറേഷൻ കൊണ്ട് പിന്നെ അത് കമ്മിറ്റഡ് അല്ലേ? കമ്മിറ്റഡ് ആണ്, പക്ഷെ കൺസിഡറേഷൻ ഇവിടെ തന്നിട്ടില്ലല്ലോ ഞാൻ. ഫ്യൂച്ചർ കൺസിഡറേഷൻ. റൈറ്റ് ആൻസർ. ഫ്യൂച്ചർ കൺസിഡറേഷൻ ഇസ് എ വാലിഡ് കൺസിഡറേഷൻ. പിന്നെ തരാമെന്ന് പറയലും ഒരു വാലിഡ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ്. അപ്പോ പിന്നെ തരലും, അപ്പൊ തന്നില്ലെങ്കിലും പിന്നെ തരാമെന്ന് പറഞ്ഞ ആളും കൺസ്യൂമർ തന്നെയാണ്. ഓക്കെ. പിന്നെ തരാമെന്ന് പറഞ്ഞ ആളുകളോട് നമ്മൾ വയലേറ്റ് ചെയ്താൽ അത് കോൺട്രാക്ച്വൽ വയലേഷൻ തന്നെയാണ്. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. ആന്റിസിപ്പേറ്ററി ബ്രീച്ചും ആക്ച്വൽ ബ്രീച്ച് എന്താണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ റെമഡീസ് ഉണ്ട്, ജനറൽ ആയിട്ടുള്ള റെമഡീസ്, കോൺട്രാക്ടിന് അണ്ടറിൽ റെമഡീസ്, സ്പെസിഫിക് റിലീഫ് ആക്ട് ഉണ്ട്, അതും പഠിക്കുക. പിന്നെ കോൺട്രാക്റ്റിൽ പറയേണ്ട ടോപ്പിക്സ്, പബ്ലിക് പോളിസി എന്താണെന്ന് പഠിച്ചു വെക്കുക. ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനോട് കരാർ എഴുതണാണ്, ഞാൻ നിനക്ക് 1,00,000 രൂപ തന്നേക്കാം, നീ ജീവിതത്തിൽ ആരുമായിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല. ആ കരാർ വാലിഡ് ആണോ? അല്ല, വാലിഡ് അല്ല. അത് എന്തുകൊണ്ടാണ് വാലിഡ് അല്ലാത്തത്? വൈ? ആ സംഭവം ഇൻവാലിഡ് ആയിട്ടുള്ള ഞാൻ കണ്ടീഷൻ ആണ്. ചോദിക്കുന്നത് ലീഗൽ പ്രൊവിഷൻ ആണ്. നിങ്ങൾക്ക് പബ്ലിക്, അതെ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണത്. ഇറ്റ് ഇസ് എഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി. ഓക്കെ. ഞാൻ പറയണേണ് ഒരാളുടെ അടുത്ത്, നീ ഞാൻ പൈസ തരാം, നീ നിന്റെ കൊച്ചുങ്ങളെ നോക്കാൻ പാടില്ല, നീ നിന്റെ കുട്ടികളെ വളർത്താൻ പാടില്ല. അതൊക്കെ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കുറച്ച് ഏരിയാസ് പറയുന്നുണ്ട്. അപ്പോ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കരാറിൽ വെക്കാൻ പാടില്ല. അങ്ങനെയുള്ള കരാർ വാലിഡ് അല്ല. കേസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് അല്ലേ? അതെ കേസ്, അതെ തന്നെ, കേസ് കൊടുക്കാൻ പാടില്ല. ഞാൻ നിനക്ക് ഇതൊക്കെ തരാം, നീ എനിക്കെതിരെ ഒരു പ്രശ്നം വന്നാൽ കേസ് കൊടുക്കാൻ പാടില്ല. ഇതും പബ്ലിക് പോളിസിന്റെ എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോൺട്രാക്ടിന്റെ അകത്ത് ആകെ മൊത്തമായിട്ട് നോക്കാനുള്ളത്. ഞാനിപ്പോ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിന്റെ അത് വോയിസ് ആയിട്ട് ഇടാം. ഇനി നമുക്ക് അടുത്തൊരു സെഷന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ടൈം മാനേജ്മെന്റ് എങ്ങനെ ശ്രദ്ധിക്കണം, ഷോർട്ട് ആൻസർ എത്ര പേജ് എഴുതണം, അബോവ് ആവറേജ് മാർക്ക് കിട്ടാൻ എത്ര മാർക്ക് എസ് എഴുതണം, പ്രോബ്ലം എഴുതണം എന്നുള്ള കാര്യങ്ങൾ അടുത്തൊരു സെഷന്റെ അകത്ത് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ 1 മണിക്കൂറായി, നമുക്ക് ഇപ്പൊ ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് 4 മണിക്കൂർ ഓൾറെഡി ഒരു ക്ലാസ് ഉണ്ട്. നമുക്കൊരു 3:59 ആകുമ്പോൾ ലീവ് ചെയ്യാം. ഞാൻ ഈ ക്ലാസ് റെക്കോർഡിങ്സ് ഓഫ് ചെയ്യണേ.